ശ്രീ ബുദ്ധൻ പറഞ്ഞത്. അദ്ദേഹത്തിനെ ഒരു ഗ്രാമവാസികൾ കണ്ടമാനം ആക്ഷേപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ആക്ഷേപിച്ചോളൂ, ഈ ആക്ഷേപങ്ങളൊന്നും എൻ്റെ ആത്മചൈതന്യത്തിനെ ബാധിക്കുന്നില്ല. അത് പരിശുദ്ധമാണ്, നിർമ്മലമാണ്. ഇതൊക്കെ ശരീരത്തിൽ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ അതേപ്പറ്റി ഖേദിക്കുന്നില്ല, വിഷമിക്കുന്നില്ല. കാരണം ഞാൻ അതല്ല. അപ്പൊ അതുകൊണ്ട് വിചാരങ്ങളൊക്കെ നമ്മൾ പൊട്ടിപ്പുറപ്പെടുന്ന സമയത്ത് അത് ആത്മീയ വിചാരമാണോ ഭൗതിക വിചാരമാണോ എന്നതിനെ കുറിച്ചുള്ളതായ തിരിച്ചറിവ് ഉണ്ടാവണത് നല്ലതാണ്. അങ്ങനെ വരുമ്പോഴേ ആനന്ദത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അനുനിമിഷം നമ്മൾ അനുഭവിക്കുന്ന ഓരോ അശാന്തമായ കാര്യങ്ങൾ വരുമ്പോഴും നമുക്കറിയണം, ഇതൊക്കെ ദിസ് വിൽ ആൾസോ പാസ് അവേ. അതായത് വേൾഡ്ലി തിങ്സ്, ലൗകികമായ വസ്തുക്കൾക്കൊന്നും തന്നെ സ്ഥിരത ഇല്ല. ദുഃഖമായാലും കൊള്ളാം, സുഖമായാലും കൊള്ളാം, ശാന്തമായാലും കൊള്ളാം, അശാന്തമായാലും കൊള്ളാം. അതൊക്കെ വെറും താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതിന്റെ ആധാര വസ്തുവിനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പലപ്പോഴും അതിന് ഉദാഹരണം പറയാറുണ്ട്. ഒരു വൃക്ഷം കാണുമ്പോൾ അത് എത്രയ്ക്കും മേലേക്ക് ഉയർന്നു നിൽക്കുന്നുണ്ടോ അതിൻ്റെ ഒരിരട്ടിയെങ്കിലും അതിൻ്റെ വേര് താഴത്തേക്ക് പോയിട്ടുണ്ടാവും. അതാരും കാണാറില്ല. മൂലം അറിഞ്ഞുകൂടാ നമുക്ക്. നമ്മൾ ഈ ഭൗതികമായ വസ്തുക്കൾ മാത്രമേ കാണുന്നുള്ളൂ. അതിന്റെ മൂലവസ്തു എന്താന്നുള്ളത് തിരിച്ചറിയണം. അതാണ് സ്വരൂപജ്ഞാനം എന്നിവിടെ അറിയേണ്ടത്. അതുപോലെ തന്നെ അമൃതപാനം ചെയ്യുന്നവൻ അമൃതസ്വരൂപനാണ്, അമൃതപാനം ചെയ്യുന്നു, അമൃതാവസ്ഥയിൽ വർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടും ഇവിടെ അമൃതാശ എന്ന് പറയുന്നുണ്ട്. ഒരിക്കലും അമൃതമായത്, ഒരിക്കലും നിഷ്ഫലമാകാത്ത ആശയോട് കൂടിയവനും അതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. നമ്മുടെ ആശകള് ഫലവത്താവണമെങ്കിൽ ആ ആശകള് സതുദ്ദേശപരവും സത്കർമ്മപരവും ധർമ്മപരവും ആയിരിക്കണം. ഈശ്വരാർപ്പണമായിരിക്കണം നമ്മുടെ ചിന്തയിൽ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ആശകളൊക്കെ സാധിക്കാതിരിക്കില്ല. ആ സാധിക്കുമ്പോഴും അതിൽ അഭിമാനിക്കാതിരിക്കുക. പ്രേരക വസ്തു, പ്രേരണ തരുന്നത് ഈശ്വരനാണെന്ന ബോധം നമുക്കുണ്ടാകും. ഒരിക്കലും, അതായത് നിഷ്ഫലമായ ആശകളില്ലാത്തതുപോലെ. അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം, ഒരു ആശ പോലെ കാണുന്നത് സജ്ജനങ്ങളെ, ഭക്തജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. പരിത്രാണായ സധൂന എന്നുള്ളതായ ആ ഒരു ഗീതാവചനം നമുക്ക് ഓർമ്മയുണ്ടാവുന്നു. അപ്പൊ ഇവിടെ വിഷ്ണു സഹസ്രനാമത്തിലേക്ക് കടക്കുമ്പോൾ ഭഗവാന് മഹത്വം മാത്രമല്ല, ഭഗവാന്റെ ഭക്തവാത്സല്യം, കാരുണ്യം മുതലായ ഗുണങ്ങളെ കൂടി ദ്യോതിപ്പിക്കുന്നതായ നാമങ്ങൾ നമുക്കിതിൽ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് വളരെ വിശേഷമാണ്. അതും കുറച്ചെങ്കിലും അർത്ഥം ഗ്രഹിക്കാൻ സാധിച്ചാൽ ഇത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ മാറും. അതുകൊണ്ട് അമൃതാശ 814 നാമത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. അത് ഇതിനോട് ബന്ധപ്പെട്ടത് തന്നെ ഒരു നാമമാണ്. ഇപ്പൊ നമ്മുടെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ മൃത്യോർമ അമൃതംഗമയ എന്നാണല്ലോ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മൃത്യോർമ അമൃതംഗമയ. അപ്പൊ അതുകൊണ്ട് അമൃതാവസ്ഥയിലേക്ക് പോകണം മർത്യന്മാര്. അമർത്യനാവണം. അതിന് അതിൻ്റെതായ ആത്മീയ സാധന നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അതിനോട് ചേർന്ന നാമമാണ് 814 നാമം, അമൃത വപു എന്ന. വപു എന്ന് പറഞ്ഞ ശരീരം, സ്വരൂപം എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. അപ്പൊ അങ്ങനെ വരുമ്പോ മരണം ഇല്ലാത്ത വപുസ് സഗുണഭാവത്തിലേക്ക് വരും. ഇല്ലാതാവുന്നില്ല, അത് രൂപം മാറാറുണ്ട്, ശരിയാണ്. അവതാരങ്ങളൊക്കെ എടുക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഓരോ അവതാര കഥകൾ കേൾക്കുമ്പോഴും എല്ലാം കഴിയുമ്പോഴും അദ്ദേഹം സ്വധാമത്തിലേക്ക് യാതൊരു നാശവും കുറവും ഇല്ലാതെ കണ്ട്
തിരിച്ചു പോകുന്നു എന്നുള്ളതായ സത്യം നമ്മൾ അറിയേണ്ടതാണ്. അവതാരടുത്ത് അവിടെ സെറ്റിൽ ആവാറില്ല ഭഗവാൻ. തന്റെ ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞാൽ സ്വധാമത്തിലേക്ക് തിരിച്ചു പോകും. പിന്നീട് ആവശ്യം വരുമ്പോൾ അതേ ഉത്സാഹത്തോടും ഊർജത്തോടും കൂടി വീണ്ടും വരും. എത്ര കാലമായി ഇപ്പൊ ഗുരുവായൂരപ്പൻ തന്നെ ഗുരുവായൂർ നിൽക്കുന്നു, എത്രയോ കാലമായി. ഇപ്പോഴും അതേ അനുഗ്രഹശക്തിയോട് കൂടി ദൈവം വർത്തിക്കുന്നത് ഈ ഒരു അമൃതവപസ് ആയതുകൊണ്ടാണ്, അമൃതസ്വരൂപനായതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അമൃതവപു. അപ്പോ മരണമില്ലാത്ത രൂപത്തോട് കൂടിയവൻ, നാശമില്ലാത്ത നിത്യൻ, നാശരഹിതൻ. അപ്പൊ ഇവിടെ നമുക്കെന്താ മനസ്സിലാക്കാനുള്ളത് ചോദിച്ചാൽ, നമ്മളും അതുപോലെ തന്നെ വാസ്തവത്തിൽ അതിൻ്റെ ആ പരമാത്മാവിന്റെ അംശമായതുകൊണ്ട് നമ്മളും നിത്യസ്വരൂപരാണ്. സ്വരൂപം നിത്യമാണ്, പക്ഷെ അതിന് ആവരണം മാറിക്കൊണ്ടിരിക്കും. അതാണ് പൂർവ്വജന്മ പുനർജന്മ സിദ്ധാന്തങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. ചൈതന്യം ഒന്നാണെങ്കിലും രൂപങ്ങൾ മാറാറുണ്ട്. നമ്മുടെ കർമ്മവാസനയ്ക്കോ കർമ്മഫലത്തിനോ അനുസൃതമായിട്ട് നമ്മുടെ രൂപം മാറ്റിയെടുക്കാറുണ്ട്. പക്ഷെ ചൈതന്യം അതേപോലെ തന്നെ നമ്മളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും, അതിന് നാശം ഇല്ല. അതൊക്കെ ഭഗവത്ഗീത വളരെ 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 വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമുക്കായാലും നാശമൊന്നുമില്ല. നമ്മൾ ശരീരം മാത്രമേ പോകുന്നുള്ളൂ, ഇവിടുന്ന് മാറുന്നുള്ളൂ. ബാക്കിയൊക്കെ വീണ്ടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഓരോരോ തരത്തിൽ. ഈ ഒരവസ്ഥ ഇല്ലാതാവണമെങ്കിൽ അവിടെയാണ് സ്വരൂപജ്ഞാനത്തിന്റെ പ്രസക്തി ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് പരമാർത്ഥ സ്വരൂപനായ ഭഗവാൻ കാലത്തിനും അധീനൻ അല്ല. നമ്മളൊക്കെ കാലത്തിന് അധീനരാണ്. അതാണ് കാലദേശാവധിഭ്യാം എന്നൊക്കെ നാരായണീയത്തിന്റെ സൂചിപ്പിച്ചത്. കാലദേശങ്ങളൊന്നും അവിടെ ബാധകമല്ല. സർവ്വവ്യാപകത്വത്തിനെ പറ്റി നമ്മൾ അറിയുമ്പോൾ പിന്നെ അവിടെ എവിടെ കാലവും ദേശവും ഒക്കെ വരുന്നത്. ഇപ്പൊ നമ്മൾ പ്രഭാതം, സന്ധ്യ എന്നൊക്കെ പറയുമ്പോൾ അത് ഓരോ ദിക്കിലെ സമയത്തിന്റെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. കാരണം ഊർജ സ്രോതസ്സോ പ്രകാശ സ്രോതസ്സായ സൂര്യനല്ല, തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭൂമിയാണ് ഈ ഉദയ അസ്തമനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. സൂര്യനല്ല. സൂര്യൻ സ്ഥിരമായി നിൽക്കുകയാണ് അവിടെ ജ്വലിച്ചുകൊണ്ട്. അപ്പൊ മാറ്റം സംഭവിക്കുന്നത് സൂര്യനിലല്ല, മാറ്റം സംഭവിക്കുന്നത് ഭൂമിയിലാണ്. അപ്പോഴാണ് ഉദയം അസ്തമനം സമയങ്ങളൊക്കെ വരുന്നത്. സൂര്യനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവിടെ സമയമില്ല. ഒരേപോലെ എപ്പോഴും ജ്വലിച്ചു നിൽക്കുന്ന ആ ഊർജ സ്രോതസ്സിന് കാലം ബാധകമല്ല. ചലിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വസ്തുവിനും കാലം ബാധകമാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ സ്ഥിരമാണ്. സാന്നിധ്യമാത്രം കൊണ്ട് സർവ്വ വ്യാപാരങ്ങളും ലോകത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനെ അമൃതവപു എന്ന് പറയുന്നു. മാത്രമല്ല, നമുക്കറിയാം സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾ നമുക്കുണ്ട്. സ്ഥൂല ശരീരം വിട്ടാലും സൂക്ഷ്മ കാരണ ലിംഗ ശരീരം എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ നമ്മുടെ ഇന്ദ്രിയത്തിന്റെ ശക്തികളും നമ്മുടെ വാസനകളും ഈ സ്ഥൂല ശരീരത്തിൽ നിന്ന് മറ്റു ശരീരങ്ങളിലേക്ക് മാറാറുണ്ട്. അപ്പൊ ഇതൊക്കെ വിട്ട് ശരീരഹിതമായിരിക്കുന്ന ശരീരത്തിലേക്ക് ചേരണം നമ്മൾ. സൂക്ഷ്മ ശരീരികള്, ലിംഗശരീരികള് എന്നൊക്കെ കാരണശരീരികള് എന്നൊക്കെ പറയാറുണ്ട്. ഇതൊന്നും ഭഗവാന് ബാധകം അല്ല. അത് ഗീതയില് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ ആരാണോ ഒരു സാധാരണ മനുഷ്യനായിട്ട് കാണുന്നത് അവര് പരമവിഡ്ഢികളാണ്. ഞാനൊരു വേഷം കെട്ടിയിരിക്കുന്നു മാത്രമേ ഉള്ളൂ, ഞാൻ പരമാത്മസ്വരൂപനാണ്. ഗീതയില് പ്രത്യേകിച്ച് 9-ാമത്തെ അധ്യായത്തിലൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ അതുകൊണ്ടാണ് ഗുരുവായൂരപ്പനെ ബ്രഹ്മതത്വം എന്ന് പട്ടതിരിപ്പാട് തന്നെ ആദ്യം സംബോധന ചെയ്തത്. വ്യാസാവതാരമായിരിക്കും അദ്ദേഹത്തിന് മനസ്സിലായി അകത്ത് കാണുന്നതായ ആ സഗുണഭാവം നിർഗുണത്തിൻ്റെയും കൂടി ഭാവമാണ്, അത് ബ്രഹ്മമാണ് എന്ന വലിയ തിരിച്ചറിവ് മേൽപ്പത്തൂർ
ധാരണപ്പെട്ട ഒരുപാട് ഉണ്ടായി അവിടെ വെച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിത്യനാണ്. എല്ലാ തരത്തിലുള്ളതായ മഹത്വങ്ങളും അദ്ദേഹത്തിന് ഉണ്ടെന്ന് കാണിക്കാനാണ് നാരായണീയത്തിലെ എത്രൈലോക്യമകീയ സോപ്യമഹിതം 2-ാം ദശകത്തിലെ ശ്ലോകം പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ പരമാർത്ഥ സത്യസ്വരൂപനായ ഭഗവാൻ കാലത്തിന് അധീനൻ അല്ല, അമൃതബപ്പുവാണ്. അതുപോലെ സ്ഥൂല സൂക്ഷ്മ ലിംഗ കാരണ ശരീരങ്ങളൊന്നും അദ്ദേഹത്തിന് ബാധകം ഇല്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ നാമത്തിൽ കേൾക്കുന്ന സമയത്ത് ഇത് നമുക്കും ബാധകമാണ്. ശരിക്കും ഈ ചൈതന്യത്തിന് ഇതൊന്നും ബാധകമല്ല. അത് വളരെ സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു ശക്തി സ്രോതസ്സും ഊർജ സ്രോതസ്സും പ്രകാശ സ്രോതസ്സുമാണ്. ആ തിരിച്ചറിവാണ് സെൽഫ് റിയലൈസേഷൻ അല്ലെങ്കിൽ ഗോഡ് റിയലൈസേഷൻ എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്. അപ്പോ സാധന ചെയ്തുകൊണ്ട് സാധ്യവസ്തുവിന്റെ സത്യം തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ അതുകൊണ്ട് തികഞ്ഞ ആത്മീയ മനനം നമുക്ക് ആവശ്യമാണ് പലപ്പോഴും. അതുകൊണ്ടാണ് 814-ാമത്തെ നാമം അങ്ങനെയായി. ഇനി 815-ാമത്തെ നാമം കൂടി ഒന്ന് സ്പർശിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. കാരണം 6 മണിക്ക് മറ്റേ തയ്യാറെടുപ്പുകൾ വേണ്ടി വരും. എന്താണ് 815-ാമത്തെ നാമം? വളരെ പ്രധാനമായ നാമാണിത്, സർവജ്ഞ. നമ്മളും സർവജ്ഞരാണ്. ഈ സർവജ്ഞ എന്നുള്ളതായ ഈ ഒരു നാമം ജീവാത്മാവിനെ സംബന്ധിച്ച് പറഞ്ഞാൽ സർവം പ്ലസ് അജ്ഞൻ സർവജ്ഞൻ. ഒന്നും അറിയാത്ത, വേണ്ട ഒന്നും അറിയാത്ത ജീവാത്മാവും സർവം പ്ലസ് ജ്ഞൻ, എല്ലാം അറിയുന്ന ഈശ്വരൻ. ഇതാണ് ലോകത്തിന്റെ സ്വഭാവം. വേണ്ടതൊന്നും അറിയാത്ത ജീവാത്മാവും എല്ലാം അറിഞ്ഞിരിക്കുന്ന പരമാത്മാവും. ഇത് രണ്ടുപേരും കണ്ടുമുട്ടുന്ന സ്ഥലത്തിന്റെ പേരാണ് ജഗത്ത്. അതാണ് ആത്മീയതയിലെ 3 കാര്യങ്ങളാണ് പ്രധാന ഘടകങ്ങളായിട്ട് പറയാറുള്ളത്. ജീവാത്മാവ്, പരമാത്മാവ്, ജഗത്ത്. അപ്പൊ ഈ പരമാത്മാവ് ജീവാത്മാക്കൾ കണ്ടുമുട്ടുന്നതോ അല്ലെങ്കിൽ ഒന്നിച്ചേരുന്നതോ ആയ സ്ഥലമാണ് ജഗത്ത്. ഇവിടെ വച്ച് വേണ്ട തിരിച്ചറിവ് നേടാൻ സാധിച്ചു ജീവാത്മാവിനുണ്ടെങ്കിൽ അപ്പൊ പരമാത്മാവിൽ ലയിച്ച് ഈ മായയ്ക്ക് അതീതമായി നിൽക്കുന്നതായ അവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അതുകൊണ്ട് ഭഗവാന്റെ പേരാണ് സർവജ്ഞാനൻ, എല്ലാം അറിയുന്നവൻ. അദ്ദേഹത്തിന്റെ അറിവിൽപ്പെടാത്തതായി ഒന്നും ഈ ലോകത്തിലില്ല. അതാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു ആശ്വാസവും സമാധാനം. അതാ ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ, എനിക്ക് എന്നെ അറിയുന്നതിനേക്കാൾ കൂടുതൽ ഭഗവാൻ എന്നെ അറിയാം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സമാധാനം എന്ന് പറയാറ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, എൻ്റെ ഉള്ളിൽ മുളപൊട്ടുന്ന ചിന്തകൾ, പ്രവർത്തിക്കാനുള്ളതായ ഉദ്ദേശങ്ങൾ, ഇത് മുഴുവൻ ആരെയും ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിലും ഇത് ആർക്കറിയാം? ഭഗവാന്. അതാണ് നമ്മുടെ ആത്മാർത്ഥത അംഗീകരിക്കുന്നത് ലോകം അല്ല, ഈശ്വരനാണ്. കാരണം ആത്മാർത്ഥതയ്ക്ക് അംഗീകാരം കിട്ടാത്ത ഒന്നാണ് ലോകം. ആത്മാർത്ഥതയ്ക്ക് ഏറ്റവും വലിയ വില കൊടുക്കുന്നതാണ് ഭഗവാൻ. അത് നമ്മൾ ചിന്തിച്ചാൽ മതി. അതുകൊണ്ടാണ് സർവജ്ഞ. അത് മാത്രമല്ല, ഓരോ ജീവനും ഉണ്ടാവുന്നതായ നിത്യാനുഭവങ്ങളെ പറ്റി ബോധവാൻ ആകണമെങ്കിൽ, നമുക്കുണ്ടാകുന്ന ഓരോ കാര്യങ്ങളെ പറ്റി നമുക്ക് ബോധവാൻ ആവണമെങ്കിൽ നമ്മൾ ആ ബോധസ്വരൂപനായിരിക്കുന്ന ആത്മചൈതന്യം അവയെ പ്രകാശിപ്പിക്കണം. സോഴ്സ് ഓഫ് എനർജി ആൻഡ് ലൈറ്റ്. അതുകൊണ്ടാണ് ആത്മീയതയെ പറ്റി ഇംഗ്ലീഷ് പറയുമ്പോൾ എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്നത്, ബോധവൽക്കരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭഗവാനെ സംബന്ധിച്ച് പറഞ്ഞാൽ സർവജ്ഞനാണ്. പക്ഷേ എന്തുകൊണ്ടാണ് എല്ലാത്തിലും ഇടപെടാത്തത് പലപ്പോഴും ചോദിച്ചാൽ, അത് ഓരോ ജീവാത്മാവിൻ്റെയും ഓരോ സൃഷ്ടിയുടെയും
പ്രാരബ്ധ കർമ്മങ്ങളോ കർമ്മഫലങ്ങളോ ഒക്കെ ആയിരിക്കാം. ഇവിടെയാണ് ഭഗവാനെ പറ്റി നമ്മൾ പറയാറുള്ളത്, വിളിച്ചാലേ വരുള്ളൂ, ചോദിച്ചാലേ തരുള്ളൂ എന്നൊക്കെ പറയേണ്ടി വരുന്നത് ഈ സന്ദർഭത്തിലാണ്. വിളിച്ചുകൊണ്ടേയിരിക്കുക ഭഗവാനെ, അതുപോലെ അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ചോദിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ വിളിച്ചു വരുത്താനും ചോദിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാനും നമ്മുടെ ഭക്തിക്ക് ശക്തി ഉണ്ടാവണം. പക്ഷെ അതൊക്കെ സാത്വികമായൊരു അവസ്ഥയിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് പിന്നെ പരിശുദ്ധവും പൂർണ്ണ ബോധ സമ്പൂർണവുമായ ജ്ഞാനത്തിന്റെ ആസ്ഥാനമാണ് ഭഗവാൻ. അപ്പോൾ സംശയ നിവൃത്തിക്ക്, സംശയം മനസ്സിൽ തോന്നി കഴിഞ്ഞാൽ അത് ഭഗവാന്റെ മുമ്പിൽ അവതരിപ്പിക്കുക. സ്വാമി ചിന്മയാനന്ദജി പറഞ്ഞ പോലെ, he will answer all your questions, he will clear all your doubts. അതിപ്പോ ഏത് വഴിക്കാവും എങ്ങനെയാവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. യു വിൽ ഗെറ്റ് ആൻസർ. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് മഹാത്മാക്കൾക്ക് അറിയാം. നമ്മൾ വേണ്ടത്ര ശക്തമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഏത് പ്രശ്നത്തിനും ഒരു പരിഹാരം നമ്മുടെ മുമ്പിൽ വരാതിരിക്കില്ല. അതിപ്പോ നമ്മൾ വിചാരിച്ച പോലെ ആയിക്കൊള്ളുന്നില്ല. അത് അനുഗ്രഹം പോലെ വരുന്ന വസ്തുവാണ്. അത് അനുഭവിച്ചവർക്ക് അറിയാൻ സാധിക്കും. കാരണം വീണ്ടും ഞാൻ പറയുകയാണ്, എന്നെയും എൻ്റെ പ്രശ്നങ്ങളെ പറ്റിയിട്ടും എൻ്റെ എല്ലാത്തിനെ പറ്റിയിട്ടും ഭഗവാൻ അറിയാം എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരാണ്. പിന്നെ മറ്റെല്ലാം അറിവുകളെയും അറിയിപ്പിക്കുന്നതായ ശക്തി, മേധ, ബോധം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പേരിടാം. അറിവുകളെ ആർജിക്കാനും അറിവുകളുടെ അന്തസത്ത മനസ്സിലാക്കാനും അതിനെ സ്വാംശീകരിക്കാനും അത് പ്രാവർത്തികമാക്കാനും നമ്മൾ സാധന ചെയ്യണം, പ്രാർത്ഥിക്കണം. അപ്പൊ ആ സർവജ്ഞത്വം കൊണ്ട് അല്ലെങ്കിൽ അറിവ് കൊണ്ട് നമുക്കൊരു ആനന്ദം ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് സാധാരണ പറയാറുണ്ട്, അറിഞ്ഞവർക്ക് അറിവിന്റെ ഭാരം, അറിയാത്തവർക്ക് അറിവില്ലായ്മയുടെ ഭാരം എന്ന് പറയും. അറിവിന്റെ അനുഭവം ഉണ്ടാവണമെങ്കിൽ ആ അറിവ് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണം, എന്നാലേ നമുക്കത് ആനന്ദിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഭഗവാന്റെ പേരാണ് സർവജ്ഞ എന്നുള്ളത്. നമുക്കവിടെ നിർത്താം. അപ്പോ ചിന്തിച്ചു നോക്കുക, ഈ നാമങ്ങളൊക്കെ ആരുടെയാണ്? എന്തുകൊണ്ടാണ് ഈ നാമങ്ങളൊക്കെ നമ്മളോട് ചൊല്ലാൻ പറയുന്നത്? ഈശ്വരനാമം മാത്രമായതുകൊണ്ടാണോ, അതോ നമ്മളെ തന്നെ പേരുകളെ നമ്മൾ ചൊല്ലി അതിനർത്ഥം മനസ്സിലാക്കി നമ്മളിലും ഈശ്വരഭാവവും വളർത്തിയെടുക്കാനുള്ളതായ സംവിധാനം കൊണ്ടുവരാനാണോ ഇതൊക്കെ ചൊല്ലാൻ പറയുന്നത് എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും വിഷ്ണുസഹസ്രനാമം എല്ലാവരും ചൊല്ല്. തന്നെ സംബന്ധിച്ചതായ കാര്യങ്ങൾ അതിൽ നിന്നും ഉൾക്കൊള്ളാൻ ശ്രമിച്ചാൽ നല്ലതാണ്. ഇനിയിപ്പോ അവിടെ പൂജ ചെയ്യാനുള്ളതായ കർമ്മിയും പരികർമ്മിയും എത്തിക്കഴിഞ്ഞു. അവരവിടെ അതിൻ്റെ ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. 6 മണിക്ക് നമുക്ക് സൗന്ദര്യഹരിയുടെ ചൊല്ലില് ആരംഭിക്കണം. ഹരിശരണം. ഹരിശരണം. പൂജ്യ തിരുമേനിക്ക് എൻ്റെ പാദ നമസ്കാരം. ഇന്ന് നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിൽ കണ്ട നാമങ്ങളിലെല്ലാം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ തിരുമേനി നമുക്ക് പറഞ്ഞു തന്നു. സർവജ്ഞനായ ഭഗവാൻ മറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നുണ്ട് എന്ന് അങ്ങ് പറഞ്ഞത് എല്ലാവരിലും ഒരു ബോധം തന്നെ ഉണ്ടാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വരൂപജ്ഞാനമുള്ളവർക്ക് ഒരിക്കലും ഒരു പ്രശ്നങ്ങളിലും ഒരു പരിധിയിൽ കൂടുതൽ ദുഃഖമുണ്ടാവില്ല എന്ന് അങ്ങ് പറഞ്ഞു തന്നു. ഇന്നത്തെ ഈ സഹസ്രനാമ അധ്യയനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു.
അടുത്തതായി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പൗർണമി ദിന ആഘോഷങ്ങളല്ലേ തിരുമേനി, അതോ ഇതിനകത്ത് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ നമുക്ക്? അപ്പൊ അവിടേക്ക് പോകുമ്പോ നമുക്ക് ഈ പ്രതിജ്ഞ ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല, അത് ശരിയാ. പ്രതിജ്ഞ സമർപ്പണം കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് എന്നിട്ട് തുടങ്ങിയാൽ മതിയാവും. അതെ, അത് ചെയ്യാം. ഇതിവിടെ കൺക്ലൂഡ് ചെയ്യാം. തിരുമേനി സമർപ്പണം ചൊല്ലിക്കോട്ടെ, പ്രതിജ്ഞയും ചൊല്ലിക്കോട്ടെ. പ്രതിജ്ഞയും സമർപ്പണം ഇവിടെ ചൊല്ലി തീർത്തിട്ട് സൗന്ദര്യയിലേക്ക് കിടക്കും. ആയിക്കോട്ടെ. പ്രതിജ്ഞ. ഈശ്വര സേവയാകുന്ന ദിവ്യസങ്കല്പ ഭാവത്തിൽ സ്വരാജ്യത്തെയും ഈ ലോകത്തെയും ഞങ്ങൾ സേവിക്കും. ഈശ്വര സേവയാകുന്ന ദിവ്യ സങ്കല്പ ഭാവത്തിൽ സ്വരാജ്യത്തെയും ഈ ലോകത്തെയും ഞങ്ങൾ സേവിക്കും. പ്രേമമാണ് ഞങ്ങളുടെ സേവനോപാധി. പ്രേമമാണ് ഞങ്ങളുടെ സേവനോപാധി. ദാനശീലത്തിലൂന്നിയതാണ് ഞങ്ങളുടെ കർമ്മപഥം. ദാനശീലത്തിലൂന്നിയതാണ് ഞങ്ങളുടെ കർമ്മപഥം. സച്ചിദാനന്ദം സഹജീവികളുമായി പങ്കിടുന്ന സഹജാനന്ദമാണ് ഞങ്ങളുടെ ആത്മീയത. സച്ചിദാനന്ദം സഹജീവികളുമായി പങ്കിടുന്ന സഹജാനന്ദമാണ് ഞങ്ങളുടെ ആത്മീയത. ലോകം ഒരു കുടുംബവും ഈശ്വരൻ കുടുംബനാഥനുമാണ്. ലോകം ഒരു കുടുംബവും ഈശ്വരൻ കുടുംബനാഥനുമാണ്. ഈശ്വര കൃപാപാത്രങ്ങളായ അമൃത സന്താനങ്ങളാണ് ഞങ്ങൾ. ഈശ്വര കൃപാപാത്രങ്ങളായ അമൃത സന്താനങ്ങളാണ് ഞങ്ങൾ. ദൈവാനുഗ്രഹത്താൽ ഏറ്റവും ഉത്കൃഷ്ടരും തികഞ്ഞ സന്തുഷ്ടരും ആയുരാരോഗ്യ സൗഖ്യാനുഭവികളുമാണ് ഞങ്ങൾ. ദൈവാനുഗ്രഹത്താൽ ഏറ്റവും ഉത്കൃഷ്ടരും തികഞ്ഞ സന്തുഷ്ടരും ആയുരാരോഗ്യ സൗഖ്യാനുഭവികളുമാണ് ഞങ്ങൾ. ലോകത്തോടും ഈശ്വരനോടുമുള്ള സത്യസന്ധത ഞങ്ങളുടെ ജീവിതവ്രതമാണ്. ലോകത്തോടും ഈശ്വരനോടുമുള്ള സത്യസന്ധത ഞങ്ങളുടെ ജീവിതവ്രതമാണ്. കർത്തവ്യബോധമുള്ള ഞങ്ങൾ ഈശ്വരേച്ഛയ്ക്കനുസൃതം ധാർമ്മിക ജീവിതം നയിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്. കർത്തവ്യബോധമുള്ള ഞങ്ങൾ ഈശ്വരേച്ഛയ്ക്കനുസൃതം ധാർമ്മിക ജീവിതം നയിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്. ജീവിതം ഈശ്വരന്റെ വരദാനം എന്നുറച്ച് ജീവിതം ഈശ്വരന്റെ വരദാനം എന്നുറച്ച് ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും പാതയിൽ ഞങ്ങൾ ജീവിതം കലയാക്കും. ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും പാതയിൽ ഞങ്ങൾ ജീവിതം കലയാക്കും. ഓം തത്സത്. ഓം തത്സത്. ഓം കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. കരചരണകൃതം വാ കർമ്മ വാക്കായജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ. ശിവശിവകരുണാബ്ധേ ശ്രീമഹാദേവ ശംഭോ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരിശരണം ഹരിശരണം ഹരിശരണം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ബ്രഹ്മാർപ്പണമസ്തു. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഹരിശരണം. ഹരിശരണം. അപ്പോൾ ഇന്നത്തെ വിഷ്ണു സഹസ്രനാമ സത്സംഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ഇത് മീറ്റിംഗ് തന്നെ തുടരുകയല്ലേ നമ്മൾ അടുത്ത പൗർണമി ദിന പാരായണത്തിനായി? അതെ അതെ അതെ. ഹരിശരണം ഹരിശരണം. ഹരിശരണം തിരുമേനി. നാളെ ഭഗവത്ഗീത ക്ലാസ്സും ഉണ്ടായിരിക്കും. ഹരിശരണം. ഹരിശരണം തിരുമേനി. ഹരിശരണം. ഹരിശരണം. വന്ദന ശ്ലോകങ്ങൾ കഴിഞ്ഞിട്ടാണോ തുടങ്ങുന്നത്? കവിതാജിയാണിത് ഹോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ അമ്പലത്തിൽ പോകാൻ ഇറങ്ങുകയാണ്, ഒരു അമ്പലത്തിലോട്ട് പോകാൻ. ഹരിശരണം സർ, ഒരു 6 മണിക്ക് തുടങ്ങാം. 2 പേര് കൂടെ ലോഗിൻ ചെയ്യാറുണ്ട്. കൺക്ലൂഷനിൽ കിടക്കാം. ഹരിശരണം. ജയ ശ്രീറാം. എന്തായാലും ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ വിഷ്ണു സഹസ്രനാമവും പൗർണമി പൂജയും കൂടെ ക്ലബ് ചെയ്ത് കൊണ്ടിരുന്നത്.
കാരണം നമ്മൾ നേരത്തെ നടത്തിയിരുന്ന സമയം തിരുമേനി എന്ന് പറഞ്ഞ സമയം 5 മണി ആയി, അതുകൊണ്ടാണ് സമയം മാറ്റം വന്നുകൊണ്ടാണ് ആൾക്ക് പലർക്കും വരാനുള്ള ബുദ്ധിമുട്ട് തോന്നിയത് എന്ന് പറഞ്ഞു. പക്ഷെ നേരത്തെ നമ്മൾ 4 മുതൽ 5 വരെ ആയിരുന്നു, ഇന്ന് 5 മുതൽ 6 വരെ ആക്കി. എന്താണെങ്കിലും സമയം ക്രമപ്പെടുത്തുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ തിരുമേനി സൂചിപ്പിച്ച പോലെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒരു പുനഃക്രമീകരണം നടത്തി കഴിയുന്നതും അത് മുടങ്ങാതെ കൊണ്ടുപോകാന്നുള്ളതായിരുന്നു. എന്തായാലും അത്യാവശ്യം ആളുകൾ ഇപ്പൊ ലോഗിൻ ചെയ്തിട്ടുണ്ട്, ഭംഗിയായിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുവരാൻ സാധിക്കും. ഇന്നലെ ആണെങ്കിലും നമ്മൾ പ്രോഗ്രാം നടത്തിയപ്പോൾ ഇന്നലെയും പറഞ്ഞ പോലെ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ആശ്രമത്തിൻ്റെതായിട്ടുള്ള മുമ്പോട്ടുള്ള പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം എങ്ങനെയാണ്, നിങ്ങളുടെയൊക്കെ സജഷൻസ് വേണമെന്ന് പറഞ്ഞിരുന്നു. കുറച്ചുപേരൊക്കെ പറഞ്ഞു, ബാക്കിയുള്ളവർക്ക് അത് പറയാൻ പലരും വേദിയിലില്ലായിരുന്നു, പിന്നെ പലരും വീഡിയോ ഓഫായിരുന്നു. എന്തായാലും അങ്ങനെയുള്ള സജഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് തിരുമേനിയോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്ക് അയച്ചു തന്നാൽ മതി, ഞാൻ തിരുമേനിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതായിരിക്കും. എന്നിട്ട് എങ്ങനെയാണ് എൻ്റെ ഭാവി പരിപാടികളെ കുറിച്ച് നമുക്ക് ഒന്നിച്ചിരുന്ന് തീരുമാനിക്കാം. പിന്നെ തിരുമേനി പറഞ്ഞ ഒരു കാര്യം, എപ്പോഴും ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ഭഗവാൻ കൂടെയുണ്ട്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. ഞാൻ കൂടെയുണ്ട് എന്ന് മനുഷ്യൻ പറയുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു ആശ്വാസമാണ്. അപ്പൊ ആ ഒരു ആശ്വാസത്തിനേക്കാൾ എത്രമാത്രം വലുതായിരിക്കും ഭഗവാൻ കൂടെയുണ്ട് എന്നുള്ള ഒരു സങ്കല്പത്തിൽ നമുക്ക് എത്തുക. അതിലേക്ക് നമുക്ക് എത്രമാത്രം എത്താൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിന് ഈ സത്സംഗങ്ങൾ വഴിയൊക്കെ നമുക്ക് ഉതകുമെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സത്സംഗങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതിലേക്ക് ശ്രമിക്കുക, അതിനുവേണ്ടിയാണ് ചെയ്യുന്നത്. ഭഗവാൻ കൂടെയുണ്ടെന്ന് പറയുമ്പോൾ പലർക്കും ഒരു വിശ്വാസമില്ല. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു, രാം എന്നുള്ള പേര് എഴുതിയതുകൊണ്ട് പേരിൽ മാത്രം എത്രയോ ആളുകളുടെ ജീവൻ രക്ഷപ്പെട്ടു. അതുപോലെ നാമയുഗത്തിന്റെ ഒരു ശക്തി ഭഗവാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു പോകുമ്പോഴും നമുക്കറിയാം, നമ്മളെല്ലാവരും ഇപ്പോഴും ആശങ്കയോട് കൂടി നോക്കുന്നു. നമ്മള് മുമ്പോട്ടില്ല, പുറകോട്ടാണ്. നമ്മുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും കഴിഞ്ഞു പോയ ബുദ്ധിമുട്ടുകളൊക്കെ നോക്കിയിട്ട് എനിക്ക് ഭഗവാൻ ദുരിതം തന്നല്ലോ എന്നുള്ള രീതിയിൽ വിഷമിച്ച് ആണ് പലരും മുമ്പോട്ട് പോവുക. നമ്മളെല്ലാവരും മിക്കവരും തന്നെ ഡ്രൈവ് ചെയ്യുന്നവരാണ് അല്ലേ. ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാ വണ്ടിയിൽ കാറിലിരുന്ന് ഓടിക്കുമ്പോൾ ഫ്രണ്ടിൽ വലിയൊരു വിൻഡ് സ്ക്രീൻ ഉണ്ടല്ലേ, വലിയൊരു കണ്ണാടി. ആ കണ്ണാടിയിൽ നോക്കിയാണ് മുമ്പോട്ട് നമ്മൾ ഓടിക്കുക. എന്നാൽ അതേസമയം അതിന്റെ തൊട്ട് മുകളിൽ ചെറിയൊരു കണ്ണാടി ഉണ്ട്. ആ കണ്ണാടി റിയർ വ്യൂ മിറർ എന്നാ പറയാ, പുറകിലുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ശരിക്കും നല്ലൊരു സ്കിൽഡ് ഡ്രൈവർ എന്ന് പറയുന്ന ആള് എങ്ങനെയായിരിക്കും വണ്ടി ഓടിക്കുക? എപ്പോഴും മുമ്പോട്ടുള്ള വിൻസ്ക്രീനിൽ നോക്കിയിട്ടായിരിക്കും വണ്ടി ഓടിക്കുക. ഇടയ്ക്കിടയ്ക്ക് റിയർ വ്യൂ മിററിൽ നോക്കിയിട്ട് പുറകിലത്തെ കാര്യങ്ങൾ മാത്രം എങ്ങനെയുണ്ട് എന്ന് മാത്രം വിലയിരുത്തുക. പുറകിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ പുറകിലൂടെ ഏതെല്ലാം വണ്ടികൾ വരുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി മാത്രമായിരിക്കണം നമ്മൾ ഈ റിയർ വ്യൂ മിറർ ഉപയോഗിക്കുക. റിയർ വ്യൂ മിററിൽ മാത്രം നോക്കി വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വണ്ടി എവിടെയെങ്കിലും ചെന്ന് ക്രാഷ് ആവും. അപ്പൊ നമ്മുടെ പലരുടെയും ജീവിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലരും റിയർ വ്യൂ മിററിൽ നോക്കിയിട്ടാണ് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. മുമ്പിൽ വലിയൊരു വിൻസ്ക്രീൻ ഉണ്ട്, ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട്, നമുക്ക് ഡ്രൈവിംഗ് അറിയാം. ആ ഒരു ശക്തിയോട് കൂടി മുമ്പോട്ട് പോകാന്നുള്ളതിന് പകരം പലപ്പോഴും നമ്മൾ ആ ചെറിയ റിയർ വ്യൂ മിററിൽ കൂടെ നോക്കിയിട്ട് കഴിഞ്ഞു പോയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അന്ന് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്, നമുക്ക് എന്തൊക്കെ കഷ്ടപ്പാടുകളാണ് വന്നിരുന്നത് എന്ന് പറഞ്ഞിട്ട് ആ റിയർ വ്യൂ മിററിൽ നോക്കിക്കൊണ്ട് വണ്ടി ഓടിക്കുന്ന പോലെയാണ് പലരും നമ്മൾ ചെയ്യുന്നത് ജീവിതത്തിൽ. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരുപാട് അപകടങ്ങൾ ചെന്ന് ചാടുന്നത്. മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള സ്ട്രെസ് വന്നിട്ട് ആവശ്യമില്ലാത്ത രോഗങ്ങളിലേക്ക് പോകുന്നത്. ഇവിടെ ഈ ഒരു ജസ്റ്റ് എക്സാമ്പിൾ എടുത്താൽ തന്നെ നമുക്കറിയാം, നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് റിയർ വ്യൂ മിറർ എന്ന് പറയുന്നത് ജസ്റ്റ് റെഫറൻസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പോലെ കഴിഞ്ഞ കാര്യങ്ങൾ മറക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുമ്പോട്ട് തന്നെ പ്രയാണം ചെയ്യുക. എൻ്റെ കൂടെ ഭഗവാനുണ്ട്, ഭഗവാന്റെ ശക്തി കൊണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല, സകലതും ഭഗവാനെ സമർപ്പിക്കുക. അങ്ങനെ ഭഗവാനെ സകലം സമർപ്പിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരും. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് മുമ്പോട്ട് പോകേണ്ടത്. എന്താണെങ്കിലും പൗർണമി പൂജയുടെ ഭാഗമായിട്ട് നമ്മൾ ഇന്നലെയും പൗർണമി ഇന്നലെ ഈ മാസത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 2 പൂജ ആണ് ആശ്രമം നടന്നത്. കാരണം ഇന്നലെ പൗർണമി തുടങ്ങി, ഇന്നും ഉണ്ട്. ഇന്നാണ് മെയിൻ പൂജ നടക്കുന്നത്. പക്ഷെ ഇന്നലെ തിരുമേനി തന്നെ അവിടെ പൗർണമി പൂജ കുറച്ച് കാര്യങ്ങൾ ലളിതാസഹസ്രനാമം ചൊല്ലിയിട്ട് പൗർണമി പൂജകളൊക്കെ നടത്തി. ഇന്നലെ പങ്കാളികളായവർക്ക് ആ പൂജയും കണ്ടു തൊഴാൻ സാധിച്ചു. ഇന്നിപ്പോ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ധാരാളം ഒരു ലോഗിൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ലേ കവിതാജി? ഹർഷന സർ, അമ്മയുടെ പൂജയെ കാണിക്കുന്നത് തിരുമേനിയാണോ ചൊല്ലുന്നത്? തിരുമേനി ഹരിശരണോ? അല്ല, അമ്മയാണ്. അമ്മ ലോഗിൻ ചെയ്തായിരുന്നല്ലോ. അമ്മ ലോഗിൻ ചെയ്തിട്ടുണ്ടാവും. ലോഗിൻ ചെയ്തിട്ടുണ്ട്, അവിടെ മാസം ലോഗിൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ അല്ലേ? അല്ല, വീഡിയോയില് പൂജയെ കാണിക്കുന്നത്. അപ്പൊ അമ്മ വരുമായിരിക്കും, ഒന്ന് അനൗൺസ് ചെയ്താൽ മതി. അപ്പൊ എന്താ നമുക്ക് ബാക്കി എല്ലാവരും ആയെങ്കിലും നമുക്ക് അമ്മ അനൗൺസ് ചെയ്തിട്ട്
എന്നിട്ട് സുഹൃത്തോട് നമുക്ക് ബാക്കി എല്ലാവരും ലോഗിൻ ചെയ്തു. അതിലേക്ക് കിടക്കാം. എന്തായാലും അടുത്ത ഇറങ്ങിലേക്ക് പോട്ടെ. ഞാൻ കവിതജിയെ സ്പോട്ട്ലൈറ്റ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഗുരുവായൂർ അനുഗ്രഹം ഉണ്ടായിട്ട് പറഞ്ഞു നമുക്ക് നിർത്തുന്നു. ഹരിശരണം. ഹരിശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ആശ്രമത്തിൽ നടത്തുന്ന പൗർണമി പൂജയുടെ ഭാഗമായി നമ്മൾ ചെയ്യുന്ന സൗന്ദര്യലഹരി പാരായണമാണ്. അതിലേക്ക് എല്ലാ ഹരിസേവികമാരെയും ഞാൻ ഭക്ത്യാദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഗുരുക്കന്മാരായ തിരുമേനിക്കും അമ്മയ്ക്കും പാദനമസ്കാരം. സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായ തേ നമഃ. ഇന്നത്തെ സൗന്ദര്യലഹരി പാരായണം ആരംഭിക്കുന്നതിനായി നമ്മുടെ ഗുരുവായ അമ്മയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിശരണം അമ്മ. ഹരിശരണം. ശ്രീ ജഗദംബികായേ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശ്രീ ജഗദംബികായേ നമഃ. ഓം നമോ ഓം ശ്രീ ജഗദംബികായേ നമഃ. ഓം ശ്രീ പരാശക്തിയേ നമഃ. ഓം ശിവശക്തിയുക്തോ യദി ഭവതി ശക്തപ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതുമപി അധസ്ത്വാമാരാധ്യം ഹരിഹരവിരിഞ്ചാദിവിരവി പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യ പ്രഭവതി. തനീയം സംപാംസും തവ ചരണ പങ്കേരുഹഭവം വിരിഞ്ചി സഞ്ജിന്മൻ വിരചയതി ലോകാനവികലം വഹത്യേനം ശൗരി കഥമപി സഹസ്രേണ ശിരസാം ഹരസംക്ഷുദ്ധ്യൈനം ഭജതി ഭസിതോദ്ധൂളനവിധിം അവിദ്യാനാമന്ദസ്തിമിരമിഹിരദ്വീപനഗരി ജഡാനാം ചൈതന്യസ്തപകമകരന്ദശ്രുതിചരി ദരിദ്രാണാം ചിന്താമണിഗുണനികാ ജന്മജലദോ നിമഗ്നാനാം ദംശ്രാ മുരരിപുവരാഹസ്യ ഭവതി. ത്വദന്യപാണിഭ്യാമഭയവരദോ ദൈവതഗണ ത്വമേകാ നൈവാസി പ്രകടിതപരാഭീത്യഭിനയാം ഭയാത്രാതും ദാതും ഫലമപി ച വാഞ്ഛാസമധികം ശരണ്യേ ലോകാനാം തവ ഹി ചരണോ ഏവ നിപുണോ. ഹരിസ്ത്വാമാരാധ്യ പ്രണതജന സൗഭാഗ്യജനനീം പുരാ നാരീ ഭൂത്വാ പുരരിപുമഭിക്ഷോഭമനയത് സ്മരോപി ത്വാം നത്വാ രതിനയനലേഖ്യേന വപുഷാ മുനീനാമപ്യന്ത പ്രഭവതി ഹി മോഹായ മഹതാം. ധനുപൗഷ്പം മൗർവീ മധുകരമയീ പഞ്ചവിശിഖ വസന്ത സാമന്തോ മലയമരുതായോ ധനരഥ തഥാഭേകഃ സർവം ഹിമഗിരിസുതേ കാമഭികൃപാം അഭാം ഗാത്തേ ലബ്ധ്വാ ജഗദിദമനംഗോ വിജയതേ. ഫണത്കാഞ്ചീദാമ കരികളഭകുംഭസ്തനനദ പരീക്ഷീണാമധ്യേ പരിണത ശരചന്ദ്രവദന ധനുർബാണാൻ പാശം ശ്രീണിമഭിദദാനാ കരതലൈ പുരസ്താദാസ്താംന പുരമതിദുരാഹോ പുരുഷിക സുധാസിദ്ധോർമധ്യേ സുരവിടഭിവാടീ പരിവൃതേ മണിദ്വീപേ നീവോ പവനവതി ചിന്താമണിഗൃഹേ ശിവാകാരേ മഞ്ജേ പരമശിവപര്യങ്കനിലയാം ഭജന്തി ത്വാം ധന്യാ കതിചന ചിദാനന്ദലഹരീം മഹിം മൂലാധാരേ കമപി മണിപൂരേ ഹുതവഹം സ്ഥിതം സ്വാധിഷ്ഠാനേ ഹൃദി മരുതമാകാശമുപരി മനോബിഭ്രൂമധ്യേ സകലമപി ഭിത്വാ കുളപദം സഹസ്രാരേ പത്മേ സഹരഹസി പത്യാ വിഹരസേ സുധാധാരാസാരൈ ചരണയുഗളാന്തർ വികളിതൈ
പ്രപഞ്ചം സിഞ്ചന്തി പുനരഭിരസാംനായ മഹസ അവാപ്യ സ്വാം ഭൂമിം ഭുജഗനിപമദ്യുഷ്ടവലയം സ്വമാത്മാനം കൃത്വാ സ്വപിശികുളകുണ്ടേ കുഹരിണീ. ചതുർഭിः ശ്രീകണ്ഠേ ശിവയുവതിഭിः പഞ്ചഭിരഭി പ്രഭിന്നാഭിः ശംഭുർനവഭിരഭി മൂലപ്രകൃതിഭിः ചതുശ്ചന്ദ്രാരിശ്വത് ദളകലശ്രിവലയ ത്രിരേഖാഭിः സാർദ്ധം തവ ശരണകോണാ പരിണത ത്വദീയം സൗന്ദര്യം തുഹിനഗിരികന്യേ തുലയിതും കവീന്ദ്രാ കൽപ്പന്തേ കഥമവിവിഞ്ചി പ്രഭൃതയ യഥാ ലോകുത്സുഖ്യാതമരലനായന്തി മനസാ തപോബുഷ്പ്രാപാമവി ഗിരിജ സായുജ്യ പദവീം നരം വർഷീയംസം നയന വിരസം നർമ്മസുജടം തവാപങ്കാലോകേ പതിതമനുധാവന്തി ശതശ ഗളദ്വേണീബന്ധ കുജകലശ വിസ്രസ്ത സിജയാ ഹടത്രുട്യത് കഞ്ജ്യോ വിഗളിതദുഗൂല യുവതയാ ക്ഷിതോ ഷട്പഞ്ചാശത് ദ്യുസമധിക പഞ്ചാശതുദകേ ഉദാശേ ദ്വാഷഷ്ടിചതുരധിക പഞ്ചാശതനിലേ ദ്വിവിദ്ദിഷ്ടത്രിംശത് മനസി ചതുഷ്ഷഷ്ടിരിതിയേ മയൂഗസ്തേഷാമപ്യുപരി തവ പാദം ഭുജയുഗം ശരജ്യോത്സ്നാ ശുദ്ധാം ശശിയുധജടാജൂഢമകുടാം വരത്രാസത്രാണസ്ഫടിക ഘടികാ പുസ്തകകരാം സകൃന്നത്വാ നത്വാ കഥമിവ സതം സന്നിദധതേ മധുക്ഷീരദ്രക്ഷ മധുരി മധുരീണാ ഫണിതയാ. കവീന്ദ്രാണാം ചേത കമലവനബാലാത പരുചിം ഭജന്തെ യേ സന്തഃ കതിചിതരുണാമേവ ഭവതീം വിരിഞ്ചി പ്രേയസ്യാസ്തരുണതര ശൃംഗാരലഹരീ ഗഭീരാഭിർവാഭിർവിദധതി സതാം രഞ്ജനമമേ സവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗരുചിഭിർവശിന്യാദ്യാഭിസ്ത്വാം സഹജനനി സഞ്ചിന്തയതി സകർത്താ കാവ്യാനാം ഭവതി മഹതാം ഭംഗിരുചിഭിർ വചോഭിർവാഗ്ദേവീ വദനകമലാമോദമധുരൈः തനുച്ഛായാഭിസ്തേ തരുണതരുണി ശ്രീസരണിഭിः ദിവം സർവാമുർവീമരുണിമനിമഗ്നാം സ്മരതി യഃ ഭവന്ത്യസ്യത്രസ്യദ്വനഹരിണശാലീനനയനാः സഹോർവശ്യാവശ്യാः കതി കതി ന ഗീർവാണഗണികാः മുഖം ബിന്ദും കൃത്വാ കുചയുഗമധസ്തസ്യ തദധോഹരാർദ്ധം ധ്യായേദ്യോ ഹരമഹിഷി തേ മന്മഥകലാം സസദ്യഃ സംക്ഷോഭം നയതി വനിതാ ഇത്യതിലഘു ത്രിലോകീമപ്യാശുഭ്രമയതി രവീന്ദുസ്തനയുഗാം കിരന്തീമംഗേഭ്യഃ കിരണനികുരുംബാമൃതരസം ഹൃദി ത്വാമാധത്തെ ഹിമകരശിലാമൂർത്തിമിവ യഃ സസർപ്പാണാം ദർപ്പം സമയതി ശകുന്താധിപൈവ ജ്വരപ്ലുഷ്ടാൻ ദൃഷ്ട്യാ സുഖയതി സുധാധാരസിരയാം തടില്ലേഖാതന്വിം തപനശശിവൈശ്വാനരമയീം നിഷണ്ണാം ഷണ്ണാം അപ്യുപരി കമലാനാം തവ കലാം മഹാപത്മാടവ്യാം മൃതിതമലമായേന മനസാ മഹാന്തഃ പശ്യന്തോ ദദതി പരമാഹ്ലാദലഹരീം ഭവാനി ത്വം ദാസേ മയി വിതരദൃഷ്ടിം സകരുണാം ഇതി സ്തോതും വാഞ്ചൻ കഥയതി ഭവാനി ത്വമിതി യാ തദൈവ ത്വം തസ്മൈ ദിശസി നിജസായൂജ്യ പദവീം മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുടമകുടനീരാജിത പദാം ത്വയാ ഹൃത്വാ വാമം വപുര പരിതൃപ്തേന മനസാ ശരീരാർദ്ധം ശംഭോ അപരമഭിശങ്കേ ഹൃതമഭൂത്
തദ്ദേതദ്രൂപം സകലമരുണാഭം ത്രിനയനം കുജഭ്യാമാനമ്രം കുടിലശശിചൂഢാലമകുടം ജഗത്സൂതേ താത ഹരിരവതിരുദ്രക്ഷപയത്തെ തിരസ്കുർവന്നേതത് സ്വമപി വപുരിശസ്തിരയതി സദാ പൂർവഃ സർവം തദിദമനുഗൃഹ്ണാതി ച ശിവ തവാജ്ഞാമാലംബ്യ ക്ഷണചലിതയോർഭൂലതിഖയോ ത്രയാണാം ദേവാനാം ത്രിഗുണജനിതാനാം തവ ശിവേ ഭവേത് പൂജാ പൂജാ തവ ചരണയോര്യാ വിരചിതാ തദാ ഹി ത്വത്പാദോ ദോഹനമണിപീഠസ്യ നികടേ സ്ഥിതാ ഹേ ദേശശ്വന്മുകളിതകരോത്തം സമകുടാ. വിരിഞ്ചി പഞ്ചത്വം വ്രജതി ഹരിരാപ്നോതി വിരതിം വിനാശം കീനാശോ ഭജതി ധനധോ യാതി നിധനം വിദന്ത്രി മാഹേന്ദ്രി വിദതിരഭി സമ്മീലദൃശ മഹാസംഹാരസ്മിൻ വിഹരതി സതി ത്വത്പതിരസോ ജപോ ജൽപ ശില്പം സകലമഭിമുദ്രാ വിരചന ഗതി പ്രാദക്ഷിണ്യക്രമണമശനാദ്യാഹുതി വിധി പ്രണാമ സംവേശ സുഖമഖിലമാത്മാർപ്പണദൃശ സപര്യാപര്യായസ്തവ ഭവതു യന്മേ വിലസിതം സുതാമാപ്യാസ്വാദ പ്രതിഭയജരാ മൃത്യുഹരണി വിഭന്തന്തെ വിശ്വേ വിദിശതമാഘാത്യ ദിവിശത കരാളം യക്ഷേളം കപിലതവത കാലകലന ന ശംഭോസ്തന്മൂലം തവ ജനനി താടാംഗമഹിമാം കിരീടം വൈരിഞ്ചം പരിഹരപുര കൈഢഭവിധ കഠോരേ കോഠീരേ സ്കലസി ജഹി ജംഭാരിമകുടം പ്രണമ്രേഷ്വദ്ദേശു പ്രസഭമുപയാദസ്യ ഭവനം ഭവസ്സ ഭുക്താനെ തവ പരിജനോക്തിർവിജയത്തെ സ്വദേഹോദ്ഭൂതാഭിഗൃണിഭിരണിമാദ്യാഭിരപിത നിഷേവേ നിത്യേ ത്വാമഹമിതി സദാ ഭാവയതിയ കിമാശ്ചര്യം തസ്യ ത്രിനയന സമൃദ്ധിം തൃണയതോ മഹാസംവർത്താഗ്നിർ വിരചയതി നീരാജനവിധി ചതുഷ്ഷ്ട്യാതന്ത്രൈ സകലമതിസന്ധായ ഭുവനം സ്ഥിതസ്തത്തത്സിദ്ധി പ്രസവ പരതന്ത്രൈ പശുപതി പുനസ്ത്വന്നിർബന്ധാത് അഖില പുരുഷാർത്ഥൈക ഘടനാ സ്വതന്ത്രം തേ തന്ത്രം ക്ഷിതിതലമവാദീതരദിദം ശിവശക്തി കാമക്ഷിതിരഥ കിരണം സ്മരോഹം സശക്തനുജ പരാമാരഹരയ അമീഹൃല്ലേഖാഭി ഋസുഭിരവസാനേഷു ഘടിതാ ഭജന്തെ വർണ്ണാസ്തേ തവ ജനനി നാമാവയവതാ സ്മരം യോനിം ലക്ഷ്മീ ഹൃദയമിദമാദൗ തവ മനോ നിധായൈകേ നിത്യേ നിരവധി മഹാഭോഗരസികാ ഭജന്തി ത്വാം ചിന്താമണിഗുണനിബദ്ധാക്ഷവലയാ ശിവാഗ്നൗ ജുക്വന്തഃ സുരഭിഹൃതധാരാ കുതിശതൈ ശരീരം ത്വം ശംഭോ ശശിനിഹിരവക്ഷോരുഹയുഗം തവാത്മാനം മന്യേ ഭഗവതി നവാത്മാനമനഘം അധശേഷ ശേഷീത്യയമുഭയസാധാരണതയാ സ്ഥിതഃ സംബന്ധോ വാ സമരസപരാനന്ദപരയോ മനസ്ത്വം വ്യോമത്വം മരുദസി മരുത്സാരധിരസി ത്വമാപസ്ത്വം ഭൂമി ത്വയി പരിണതായാം നഹി പരം ത്വമേവ സ്വാത്മാനം പരിണമയിതും വിശ്വവപുഷാ ചിദാനന്ദാകാരം ശിവയുവതി ഭാവേന ബിഭൃശേ തവാജ്ഞാചക്രസ്ഥം
തപനശശികോടിദ്യുതിധരം പരം ശംഭും വന്ദേ പരിമിളിത പാർശ്വം പരചിതായമാരാധ്യൻ ഭക്ത്യാ രവിശശി ശുചീനാമഭിഷയേ നിരാലോകേ ലോകേ നിവസതി ഹി ഭാലോകഭുവനേ വിശുദ്ധൗ തേ ശുദ്ധ സ്ഫടിക വിശദം വ്യോമജനകം ശിവം സേവേ ദേവീമഭി ശിവസമാന വ്യവസിതാം യയോഃ കാന്ത്യായാന്ത്യാ ശശികിരണ സാരൂപ്യ സരണേഃ വിധൂതാന്തർധ്വാന്താ വിലസതി ചകോരീവ ജഗതി സമുന്മീലത് സംവിത് കമലമകരന്ദൈകരസികം ഭജേഹം സദ്വന്ദ്വം കിമപി മഹതാം മാനസചരം യത് ആലാപാദഷ്ടാദശ ഗുണിത വിദ്യാ പരിണതി യദാദത്തേ ദോഷാത് ഗുണമഖിലമദ്ഭ്യ പയൈവ തവ സ്വാധിഷ്ഠാനേ ഉദവഹമധിഷ്ഠായ നിരതം തമീഡേ സംവർത്തം ജനനി മഹതീം താം ച സമയാം യദാലോകേ ലോകാൻ ദഹതി മഹതി ക്രോധകലിതേ ദയാദ്രായാ ദൃഷ്ടി ശിശിരമുപചാരം രചയതി തടിത്വന്തം ശക്ത്യാ തിമിരപരിപന്ഥി സ്ഫുരണയാ സ്ഫുരന്നാനാരത്നാഭരണ പരിണദ്ധേന്ദ്രധനുഷം തവ ശ്യാമം മേഘം കമപി മണിപൂരൈക ശരണം നിഷേവേ വർഷന്തം ഹരമിഹിരതപ്തം ത്രിഭുവനം തവാധാരേ മൂലേ സഹസമയയാ ലാസ്യപരയാ നവാത്മാനം മന്യേ നവരസമഹാതാണ്ഡവനടം ഉപാഭ്യാമേതാഭ്യാമുദയവിധിമുദ്ദിശ്യ ദയയാ സനാദഭ്യാം ജജ്ഞേ ജനകജനനീമജ്ജഗദിദം ഗദൈർമാണിക്യത്വം ഗഗനമണിഭിः സാന്ദ്രഗഡിതം കിരീടം തേ ഹൈമം ഹിമഗിരിസുതേ കീർത്തയതിയാ സനീഡേ യച്ഛായാചുരണശബളം ചന്ദ്രശകലം ധനുശൗനാസീരം കിമിതിന നിബധ്നാദിദിഷണാം ദുനോദുദ്വാന്തം നസ്തുലിതദളിതേന്ദീവരവനം ഘനസ്നിഗ്ധശ്ലക്ഷ്ണം ചിഗുരനിഗുരംബം തവ ശിവേ യദീയം സൗരഭ്യം സഹജമുപലബ്ധും സുമനസോ വസന്ത്യസ്മിന്മന്യേ ബലമദനവാടീ വിടപിനാം തനോദുക്ഷേമം നസ്തവദന സൗന്ദര്യലഹരീ പരീവാഹ സ്രോതഃസരണിരിവ സീമന്തസരണീ വഹന്തി സിന്ദൂരം പ്രബലകപരീ ഭാരതിമിരദ്വിഷാം വൃന്ദൈർബന്ധീകൃതമിവ നവീനാർക്കകിരണം അരാളൈ സ്വാഭാവ്യാദളകളഭസശ്രീവിരളകൈ പരീതം തേ വക്ത്രം പരിഹസതി പങ്കേരുഹരുചിം ദരസ്മേരേ യസ്മിൻ ദശനരുചി കിഞ്ചൽകരുചിരേ സുഗന്ധൗ മാദ്യന്തി സ്മരദഹന ചക്ഷുർമധുലിഹാ ലലാടം ലാവണ്യ ദ്യുതിവിമലമാഭാതിതമയത് ദ്വിതീയം തന്മന്യേ മകുടഘടിതം ചന്ദ്രശകലം വിപര്യാസന്യാസാത് ഉഭയമഭിസംഭൂയ ചമിത സുതാലേപസ്യൂതി പരിണമതിഗ്രാകാഹിമകര ഭ്രുവൗ ഭുഗ്നേ കിഞ്ചിത് ഭുവന ഭയഭംഗവ്യസനിനി ത്വദീയേ നേത്രാഭ്യാം മധുകര രുചിഭ്യാം ധൃതഗുണം ധനുർമന്യേ സവ്യേ തരകരഗൃഹീതം രതിപദേ പ്രഗോഷ്ഠേ മുഷ്ടൗ ച സ്ഥഗയതി നിഗൂഢാന്തരമുമേ അഹസൂദേ സവ്യം തവ നയനമർക്കാത്മകതയാ ക്രിയാമാം വാമം തേ സുജതി രജനീനായകതയാ തൃതീയാ തേ ദൃഷ്ടി ധരദളിത ഹേമാംബുജരുചി സമാധത്തെ സന്ധ്യാം ദിവസ നിശയോരന്തരചരീം വിശാലാ കല്യാണീ സ്ഫുടരുചിരയോധ്യാ കുവലയേ
कृपाधारा किमपि मधुरा भोगवतिका अवन्ती दृष्टिस्ते बहुनगर विस्तार विजय ध्रुवं तत्तन्नाम व्यवहरणयोग्या विजयते कवीनां सन्दर्भस्तवगमगरन्दे गरसिकं कडाक्षव्याक्षेप भ्रमर कलभौ कर्णयुगलम् अमुञ्जन्तौ दृष्ट्वा तव नवरसास्वादतरलौ असूया संसर्गात् अलिगनयनं किञ्चिदरुणम् शिवे शृङ्गारार्ध्या तदितरजनीकृत्सनपरा सरोषा गङ्गायां गिरिशचरिते विस्मयवती हराहिभ्यो भीता सरसिरुह सौभाग्यजननी सखीषु स्मेराते मयि जननि दृष्टिः सकरुणा गते कर्णाभ्यर्णं गरुदैव पक्ष्माणि ददति पुराम्बे तुच्चित्त प्रशमरसविद्रावणफले इमे नेत्रे गोत्राधरपदि कुलोत्तं सकलिके तवाकर्णाकृष्टा स्मरशरविलासं कलयत विभक्तत्रैवर्ण्यं विधिकरितलीलाञ्जनतया विभाति त्वन्नेत्रमिदमीशानदयिते पुनः स्रष्टुं देवान् दुःखिन हरिरुद्रानुपरतान् रजसत्वं बिभ्रतमयि गुणानां त्रयमिव पवित्रीकर्तुं न पशुपतिपराधीन हृदये दयामित्रै नेत्रै अरुणधवलश्यामरुचिभिः नदशोणो गङ्गा तपनतनयेदि ध्रुवममुं त्रयाणां तीर्थानाम् उपनयसि सम्भेदमनघं निमेषोन्मेषाभ्यां प्रलयमुदयं याति जगति तवेत्याहुः सन्धो धरणिधरराजन्यतनये तदुन्मेषाज्जातं जगदिदमशेषं प्रलयता परित्रातुं शङ्गे परिहृतनिमेषा तव दृशा पर्णे कर्णे जवनयन पैशून्यचकिता निलीयन्ते तोये नियतमनिस्वेषा शफरिका इयं च श्रीदत्तशतपुटकवाडं कुवलयं जहादी प्रत्युषे निधिज विघटय्य प्रविशति दृशादाख्रीयस्य दरदलितनीलोत्पलरुजा देवीयासं दीनं स्नपय कृपया मामपि शिवे अनेनायं धन्यो भवति न च देहानिर्यत पने वा हर्मे वा समकरनिपातो किमकरां हराळं दे पालियुगलमकराजन्यतने न केशामाधत्ते कुसुमसरकोदण्डकुदुकम् तिरस्तीनो यत्र श्रवणपदमुल्लङ्घ्य विलसन् अपाङ्गव्यासङ्गो दिशति सरसन्धानतिषणां पुरद्गण्डाभोग प्रतिफलितताडङ्गयुगलं चतुश्चक्रं मन्ये तव मुखमिदं मन्मदरदम् यमारुह्यादृह्यत्यवनि रथमार्केन्दुचरणं महावीरो मार प्रथमपदे सञ्जितवदे सरस्वत्वा सुप्ति अमृतलहरी कौशलहरी पिबन्द्या सर्वाणि श्रवणचुलकाभ्याम् विरलं चमत्कारा श्लाघ चलित शिरसा कुण्डलगणो चणस्कारे सारे प्रतिवचनमाचस्तैव दे असौ नासा वंश तुहिनगिरिवंशध्वजपडि त्वदीयो नेरीय फलदु फलमास्माकमुचितं वहत्यन्तर्मुक्ता शिशिरकरनिःश्वासगलितं समर्थ्यायत्तासां बहिरपि च मुक्ता मणिधरा प्रकृत्या रक्तायास्तव सुददिदन्तश्चदरुचे प्रवक्षे सादृश्यं जनयतु फलं विद्रुमलता न बिम्बं तद्बिम्ब प्रतिफलनरागादरुणितं
തുലാമധ്യാരോഢും കഥമിവ വിലജ്ജേത കലയാ സ്മിതജ്യോത്സ്നാജാലം തവ വദന ചന്ദ്രസ്യ പിബതാം ചകോരാണാമാസിത് അതിരസതയാ ചഞ്ജുജടിമാം അധസ്തേ ശീതാംശോ അമൃതലഹരീമാംലരുചയാ പിബന്തി സ്വച്ഛന്തം നിശി നിശി വൃശം കാഞ്ചികധിയാ അവിശ്രാന്തം പത്യുർ ഗുണഗണകഥാമ്രേഡന ജപാ ജപാ പുഷ്പഛായ തവ ജനനി ജിഹ്വാ ജയതി സാ യദഗ്രാസീനായ സ്ഫടികദൃശ വിമയീ സരസ്വത്യാ മൂർത്തി പരിണമതി മാണിക്യവപുഷാ രണേ ജിത്വാ ദൈത്യാനപഹൃത ചിരസ്ത്രേ കവചിഭിഃ നിവൃത്തെ ചണ്ഡാംശ ത്രിപുരഹര നിർമാല്യ വിമുഖേ വിശാഖേന്ദ്രോപേന്ദ്രേ ശശിവിശദ കർപ്പൂര ശകല വലിയന്തേ മാതസ്തവ വദന താംബൂല കപല വിപഞ്ച്യ ഗായന്തി വിവിധമപദാനം പശുപതേ സ്വയാരബ്ധേ വക്തും ചലിതശിരസാ സാധുവചനേ തദീയൈർമാധുര്യൈ അപലപിതതന്ത്രീകളരവാം നിജാം വീണാം വാണി നിജുളയതി ചോളേന നിഭൃതാം കരാഗ്രേണ സ്പൃഷ്ടം തുഹിനഗിരിണാ വത്സലതയാ ഗിരീശേനോദസ്തം മുഹുരധരപാനാകുലതയാ കരഗ്രാഹ്യം ശംഭോ മുഖമുകുരവൃന്ദം ഗിരിസുതേ കഥം കാരം ബ്രൂമ തവ ചുബുകമൗപമ്യാരഹിതം ഭുജാശ്ലേഷാ നിത്യം പുരധമയിതു കണ്ടകവതി തവ ഗ്രീവാദത്തേ മുഖമകലനാളശ്രിയമിയം സ്വതശ്വേതാകാലഗരുബഹുലജംബാലമലിന മൃണാളീലാളിത്യം വഹതിയദധോഹാരലതികാ ഗളേ രേഖാസ്തിസ്രോ ഗതിഗമകഗീതൈകനിപുണേ വിവാഹവ്യാനന്ദ പ്രഗുണഗുണസംഖ്യാ പ്രതിഭുവ വിരാജന്തേ നാനാവിധമധുരരാഗാകരഭുവാം ത്രയാണാം ഗ്രാമാണാം സ്ഥിതിനിയമസീമാന ഇവതേ മൃണാളീ മൃദ്വീനാം തവ ഭുജലതാനാം ചതസൃണാം ചതുർഭിः സൗന്ദര്യം സരസിജഭവസ്തൗദിവദനൈ നഖേഭ്യഃ സന്ദ്രസ്യൻ പ്രഥമമഥനാദന്തകരിപോ ചതുർണാം ശീർഷാണാം സമമഭയഹസ്താർപ്പണധിയാ നഖാനാമുദ്യോതർണവനളിന രാഗം വികസതാം കരാണാം തേ കാന്തീം കഥയ കഥയാമക്കഥമുമേ കയാചിദ്വാ കാമ്യം ഭജതു കലയാഹന്തകമലം യദി ക്രീഡല്ലക്ഷ്മീ ചരണതലലാക്ഷാരസചണം സമം ദേവി സ്കന്ധ്വദ്വിപവദന പീതം തനയുഗം തവേദന്നഖേദം ഹരതു സതതം പ്രസ്തൂനതമുഖം യഥാരോ ആശങ്ക്യാകുലിതഹൃദയോ ഹാസജനക സ്വകുംഭൗ ഖേരംബ പരമൃഷഭി ഹസ്തേന ജഡിതി അമോദേ വക്ഷോജാം അമൃതരസമാണിക്യ കുതുപൗ ന സന്ദേഹസ്പന്ദോ ഭഗവതി പതാകേ മനസിന പിബന്ധൗ തൗ തസ്മാദി വിദിത ബധു സംഗരസികൗ കുമാരാവദ്യാഭി ദുരദവദന ക്രൗഞ്ചീദലനൗ വഹത്യം വ്യസ്തം വേരാം മദനു കുജംബ പ്രകൃതിഭി സമാരാബ്ധാം മുക്താമണിഭി അമലാം കാരലതികാം കുജാഭോഗോ ബിംബ ദരുരുചി ബിരിദ സബലിതാം പ്രതാപാമിശ്രാം പ്രതാപവ്യാമിശ്രാം പുരദ മയിതു കീർത്തമിവതേ തവത്തന്യം മന്യേ ധരണിധര കന്യേ ഹൃദയത പയപാരാവാര പരിവൃതി സാരസ്വതമിവ ദയാവത്യാ ദത്തം
ദ്രവിഡ ശിശുരാസ്വാദ തവയതേ കവീന്ദ്രാം പ്രൗഢാന മദനി കമനീയ കവയിതാ. ഹരക്രോധജ്വാല ബലിഭിരവലീഢേന വപുഷാ ഗഭീരേ തേനാഭി സരസി കൃത സംഗോ മനസിജ സമുത്തസ്ഥൗ തസ്മാത് അജലതനയേ ധൂമലതികാ ജനസ്താം ജാനീതേ ജനനി തവ രോമാ വലിരിതി യദേതത് കാളിന്ദി തനുതരതരംഗാകൃതി ശിവേ കൃശേ മധ്യേ കിഞ്ചി ജനനി തവ യദ്ഭാതി സുധിയാം വിമർദ്ദാദന്യൂനം കുചകലശയോരന്തരഗതം തനുഭൂതം വ്യോമ പ്രവിശതി വനാഭിം കുഹരിണീം തിരോഗംഗാവർത്ത സ്തനമുകുളരോമാവലിലത കലാവാലം കുണ്ടം കുസുമശരതേജോ കുതഭുജ രതേർലീലാകാരം കിമപി തവ നാഭിർഗിരിസുതേ ബിലദ്വാരം സിദ്ധേ ഗിരിശനയനാനാം വിജയതേ നിസർഗക്ഷീണസ്യ സ്തനതടഭരേണ ക്ലമജുഷോ നമന്മൂർത്തിർനാരി തിലകശനകൈസ്തൃട്യത ഇവ ചിരം തേ മധ്യസ്യ ത്രുടിതതടിനീതീരതരുണ സമാവസ്ഥാസ്തേംനോ ഭവതു കുശലം ശൈലതനയേ കുജൗ സദ്യ സ്വിദ്യ തടഘടിത കൂർപ്പാസഭിതുരൗ കഷന്തൗ ദോർമൂലേ കനകകലശാഭൗ കലയതാ തവത്രാദും ഭംഗ തലമിതി വലഗ്നം തനുഭുവാ ത്രിധാനദ്ധം ദേവി ത്രിവലി ലവലീ വല്ലിഭിദിവാ. ഗുരുത്വം വിസ്താരം ക്ഷിതിധരപതി പാർവതി നിജാനിദംബാദാച്ഛിദ്യ ത്വയി ഹരണരൂപേണ നിദധേ അധസ്തേ വിസ്തീർണോ ഗുരുരയമശേഷാം വസുമതീം നിതംബ പ്രാഗ്ഭാരസ്ഥഗയതി ലഘുത്വം നയതി ച കരീന്ദ്രാണാം ശുണ്ഡാൻ കനകകദളീകാണ്ഡപടലീം ഉഭാഭ്യാമുരുഭ്യാമുഭയമപി നിർജിത്യ ഭവതി സുവൃത്താഭ്യാം പത്യുഃ പ്രണതി കഠിനാഭ്യാം ഗിരിസുതേ വിധിജ്ഞേ ജാനുഭ്യാം വിഭുതകരികുംഭദ്വയമപി പരാജേതും രുദ്രം ദ്വിഗുണശരഗർഭൗ ഗിരിസുതേ നിഷങ്കൗ ജംഘേതേ വിഷമവിശിഖോ ബാഢമകൃത യദഗ്രേ ദൃശ്യന്തെ ദശശരഫലാഃ പാദയുഗളീ നഖാഗ്രച്ഛത്മാന സുരമകുടശാണൈകനിശിതാഃ ശ്രുതീനാം മൂർധാനോ ദദതി തവ യൗ ശേഖരതയാ മമാപ്യേതൗ മാതഃ ശിരസി ദയയാധേഹി ചരണൗ യയോഃ പാദ്യം പാദ പശുപതി ജടാചൂടതടിനീ യയോർലാക്ഷാലക്ഷ്മീരരുണഹരിചൂടാമണിരുചി നമോ വാകം ഭ്രൂമൗ നയനരമണീയായ പദയോ സ്തവാസ്മൈ ദ്വന്ദ്വായ സ്ഫുടരുചിരസാലക്തകവതേ അസൂയത്യത്യന്തം യദഭിഹനനായ സ്പൃഹയതേ പശൂനാമീശാനഃ പ്രമദവന കങ്കേളിതരവേ. വൃഷാ കൃത്വാ ഗോത്രസ്ഖലനമകവൈലക്ഷ്യനമിദം ലലാടേ ഭർത്താരം ചരണകമലേ താടയതി തേ ചിരാദന്തശല്യം ദഹനകൃതി ഉന്മീലിതവദാ തുലാകോടിക്വാണേ കിലികിലിതമീശ നരിപുണ ഹിമാനി ഹന്തവ്യം ഹിമഗിരിനിവാസേ ചതുരോ നിശായാം നിദ്രാണം നിശിചരമഭാഗേ ച വിശദോ വരം ലക്ഷ്മീ പാത്രം ശ്രിയമതിസൃജന്തോ സമയിനാം സരോജം ത്വത്പാദോ ജനനി ജയതച്ചിത്രമിഹഗീം പദം തേ കീർത്തീനാം പ്രപദമപദം ദേവി വിപദാം ഹതം നീതം സത്വി കഠിനകമഠീ കർപ്പരതുലാം കഥം വാ ബാഹുഭ്യാം
ഉഭയമനകാലേ പുരഭിതാ യഥാദായ ന്യസ്തം ഋഷദിദയമാനേന മനസാ നഖേർനാകസ്ത്രീണാം കരകമലസങ്കോച ശശിഭി കരുണാം ദിവ്യാനാം ഹസദ ഇവ തേ ചണ്ഡിചരണോ ഫലാനി സ്വസ്തേഭ്യ കിസലയ കരാഗ്രേണ തദതാം ദരിദ്രേഭ്യോ ഭദ്രാം ശ്രിയമനിശമഗ്നായ തദതോ തദാനേതീനേഭ്യേ ശ്രിയമനിശമാശാനുസദൃശി അമന്ദം സൗന്ദര്യ പ്രകരമകരന്തം വികിരതി തവാസ്മിൻ മന്ദാരസ്തവക സുഭഗേയാതു ചരണേ നിമഞ്ജൻ മഞ്ജീവ കരണചരണ ഷഡ്ചരണതാം. പതന്യാസക്രീഡാ പരിചയമിവാരബ്ധു മനസ സ്കലന്തസ്തേ ഖേലം ഭവനകലഹം സാന ജഹതി അധസ്തേഷാം ശിക്ഷാം സുഭഗമണിമഞ്ജീരരണിതച്ചലാദാ ചക്ഷാണം ചരണകമലം ചാരുചരിതേ ഗദാസ്തേ മഞ്ചത്വം ദ്രുഹിണ ഹരിരുദ്രേശ്വരഭൃത ശിവസ്വച്ഛായാ ഘടിത കപട പ്രച്ഛദപട ത്വദീയാനാം ഭാസാം പ്രതിഫലനരാഗാരുണതയാ ശരീരേ ശൃംഗാരോ രസൈവ ദൃശാം ദോഗ്ധികുതുകം അരാളാകേശേഷു പ്രകൃതി സരളാ മന്ദഹസിതേ ശിരീഷാഭാചിത്തേ ദൃശതുബലശോഭാ കുജതടേ വൃഷം തന്വീ മധ്യേ പ്രതുരുരസിരാരോഹ വിഷയേ ജഗത്രാതും ശംഭോർ ജയതി കരുണാ കാജിതരുണാം കളങ്ക കസ്തൂരി രജനികരബിംബം ജലമയം കലാഭികർപ്പൂരേർമരതകരണ്ഡം നിപടിതം അധസ്ത്വദ്ഭോഗേന പ്രതിദിനമിതം റിക്തകുഹരം വിധുർഭൂയോ ഭൂയോ നിപിടയതി നൂനം തവ കൃതേ പുരാരാധേരന്തപുരമസി തദത്വച്ചരണയോ സപര്യാമര്യാദാ തരള കരണാനാമ സുലഭ തഥാ ഹ്യേതി നീതാ ശതമഖമുഖ സിദ്ധിമതുലാം തവ ദ്വാരോപാന്ത സ്ഥിതിഭിരണിമാദ്യാഭിരമരാം കളത്രം വൈധാത്രം ഗതി ഗതി ഭജന്തേ കാവയ ശ്രീയോ ദേവ്യ ഗോപാന ഭവതി പതി കൈരവിധനെ മഹാദേവം ഹിത്വാ തവ സതി സതി നാമജരുമേ പൂജാഭ്യാമാസംഗ പുരവഗതരോരപ്യസുലഭ ഗിരിമാഹുർദേവീം ദ്രുഹിണ ഗൃഹിണീമാംഗം അവിദോ ഹരേ പത്നിം പത്മാം ഹര സഹചരീമദ്രീതനയാം തുരീയാ കോപിത്വം ദുരധിഗമനിസീമ മഹിമ മഹാമായ വിശ്വം ഭ്രമയസി പരബ്രഹ്മ മഹിഷി കഥം കാലേ മാതാ കഥയ കരിതാ രക്തകരസം പിബേയം വിദ്യാർത്ഥി തവ ചരണ നിജനം പ്രകൃത്യാമോഹാനാമപി ച കവിതാകാരണതയാ കഥാ ദത്തേ വാണീമുപകമലതാംബൂലരസദാം സരസ്വത്യാ ലക്ഷ്മ്യാ വിധി ഹരി സപ്തനോ വിഹരതേ രദേവാദിവ്രത്യം ശിഥിലയതിരമ്യേണ വപുഷാ ചിരഞ്ജീവന്നേവ ശവിത പശുപാശവ്യധികര പരാനന്ദാഭിഖ്യം രസയതിരസം ഭജനവാൻ പ്രദീപജ്വാലാഭിർദിവസകര നീരാഞ്ജനവിധി സുധാസുതേ ചന്ദ്രോപല ജലലവൈരർഘ്യരചന സ്വകീയൈരംഭോഭി സലിലനിധി സൗഹിത്യകരണം ത്വദീയാഭിർവാഗ്ഭിസ്തവ ജനനീ വാചാസ്തുരീയം. ഓം ശ്രീ മഹാദേവിയേ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവിയേ നമഃ. സർവമംഗളമംഗല്യ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ. ശരണാഗതീനാം പരിത്രാണപരായണേ
സർവസ്യാദ്യഹരേ ദേവി നാരായണീ നമസ്തുതേ. അന്യഥാ ശരണം നാസ്തി, ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ ശ്രീമഹാദേവിയേ നമഃ. ഓം ശ്രീമഹാദേവിയേ നമഃ. ഓം സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീമഹാദേവിയേ നമഃ. ശിവശക്ത്യാ യുക്തോ യദി ഭവതി ശക്ത പ്രഭവിതം ന തേ ദേവം ദേവോ ന ഖലു കുശല സ്പന്ദിതുമപി അധസ്ത്വാമാരാധ്യം ഹരിഹര വിരിഞ്ചാതി വിരവി പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യ പ്രഭവതി. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീമഹാദേവിയേ നമഃ. ഹരിശരണം. ഹരിശരണം. ഓം ശ്രീ മഹാത്രിപുര സുന്ദര്യേ നമ. അങ്ങനെ ഇന്നത്തെ പൗർണമിക്ക് നമ്മൾ ദേവിയുടെ തൃപ്പാദത്തിൽ സൗന്ദര്യലഹരി പാരായണം ചെയ്ത് സമർപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് ആശ്രമത്തിലെ പൗർണമി പൂജ സമർപ്പിച്ചിരിക്കുന്നത് കനകമ്മാജിയാണ്. എറണാകുളത്ത് നിന്ന് കനകമ്മാജിക്കും കുടുംബത്തിനും ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഈ സത്സംഗത്തിൽ പങ്കെടുക്കാൻ പറ്റിയ എല്ലാവർക്കും, അതുപോലെ പാരായണം ചെയ്യാൻ പറ്റിയവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് ആശ്രമത്തിൽ നിന്ന് പൂജ കാണാം. ഹരിശരണം. കലാവതി കലാലാവ കാന്ത കാദംബരി പ്രിയ വരദാവാമന വർണീമത വിശ്വല വിശ്വാദിയാവേദ വിദ്യ വിന്ധ്യാചല നിവാസിനി വിധാത്രി വേദന്നി വിഷ്ണുമായാവിലാസിനി ക്ഷേത്രക്ഷേത്രജ്ഞാലിനി ക്ഷേത്രമുക്ത ക്ഷേത്രഭാര സമർച്ചിതാം വിജയാ വിമലാ വന്ദ്യാ വന്ദാതിവത്സല വാഗ്വാദിനി വാമകേശി വന്യമണ്ഡലവാസിനി ഭക്തിമൽ കൽപലരിയാ പശുഭാഷമോചിനി സമൃദ്ധാശേഷ ഭാഷണ്ട സദാചാര പ്രവർത്തിയാം താപത്രയാഗ്ന സംതപ്ത സമാഹ്ലാദ ചന്ദ്രിയ തരുണി താപസാരാധ്യ തനുമധ്യതമോഭ ചിരിസൽപതലക്ഷ്യാത്താചിരേഖലസ്വരൂപിണി സ്വാത്മാനന്ദലവീഭൂത ബ്രഹ്മാധ്യാനന്ദ സന്തതി പരാപ്രത്യക്ഷ രൂപ പശ്യന്തി പരദേവത മധ്യമാ വൈഖരീരൂപ ഭക്തമാനസഹംസിയ കാമേശ്വര പ്രാണാടീകൃതജ്ഞ കാമപൂജിത ശൃംഗാര സമ്പൂർണ്ണാദ്യാജാലം ധരസ്ഥിത ഓഢ്യാണപീഠനിലയ ബിന്ദുമണ്ഡലവാസിനി രഘോയാഗക്രമാരാധ്യാരഹ സർപ്പതർപ്പിത സദ്യപ്രസാദിനി വിശ്വസാക്ഷരി സാക്ഷിവർജിത ഷഡംഗദേവതായുക്ത ഷഡ്ഗുണ്യപരിപൂരിത നിത്യകൃന്ന നിരൂമാ സുഖ്രായിനി നിത്യ ഷോഡശികാരൂപ ശ്രീകണ്ഠാർത്ഥശരീരിണി പ്രഭാവതി പ്രഭാരൂപ പ്രസിദ്ധ പരമേശ്വരി മൂലപ്രകൃതി അവ്യക്ര വ്യക്ര അവ്യക്ര സ്വരൂപിണി വ്യാപിനി വിവിധാകാര വിദ്യാസ്വരൂപിണി ഭാഗാവേശയന കുമ്രാഹ്ലാദ കൗമുദി ഭക്തഹാദരമോവേദ ഭാനുസന്തതി ശിവരൂതി ശിവാരാധ്യ ശിവമൂർത്തി ശിവങ്കരി ശിവപ്രിയ ശിവവര ശിഷ്ടേഷ്ട ശിഷ്ടപൂജിത അപ്രമേയ സ്വപ്രകാശ മനോ വാചാമഗോചര ശിശക്തി ഛേദനാരൂപ ജലശക്തി ജലാത്മിക ഗായത്രി വ്യാഹൃതി സന്ധ്യ ജബൃന്ദനസേവിത തത്വാസന തത്വമയി പഞ്ചകോശാന്തരസ്ഥിത നിശ്ചയമഹിമാ നിത്യ യൗവനാമതശാലിനി മതപൂർണരക്താക്ഷി മതവാടകണ്ഠഭോ ചന്ദ്രധവങ്കാംഗീ ചാമ്പേയ കുസുമപ്രിയാം കുശല കോമളാകാര കുരുകുല്ലാകുലേശ്വരി കുലകുണ്ടാരയ കൗലമാർഗകൽപ്പസേവിത കുമാരഗണനാഥാംബ തുഷ്ടി പുഷ്ടിമതി ശാന്തി സ്തുഷ്ടിമതികാന്തർ നന്ദിനി വിഘ്നാശിനി തേജോദീലോലാക്ഷി കാമരൂപിണി മാലിനി ഹംസിനി മാറാ മലയാജലവാസിനി സുമുഖി നളിനി ശുഭ്രു ശോഭനാസുരനായിക കാളകണ്ഠി കാന്തിമതി ക്ഷോമുണി സുസ്വരൂപിണി വജ്രേശ്വരി വാമദേവി വയോസ്ഥാവിവർജിത സിദ്ധേശ്വരി സിദ്ധവിദ്യ സിദ്ധമാതാ യശസ്വരി വിശുദ്ധിചക്രനിലയ ആരക്തവർണ്ണാതിലോചന ഗദ്വാംഗാതിപ്രഹരണ വദൈക സമന്വിത പായസാന്നപ്രിയ തൃക്സാ പശുലോകഭയങ്കരി അമരാരി മഹാശക്തി നമ്ര ഡാഗനേശ്വരി അനാഗരാബ്ജയ ശ്യാമാഭാവനദ്വയ സംസ്രോജലക്ഷമാലാജരാരുദര സംസ്ഥിത കാലരാത്രാദിശക്തൗവാസ്തിഗ്നൗനപ്രിയ ഭാവീരേന്ദ്രവരാഗണ്യംബാസ്വരൂപിണി മണിപൂരാബ്ജലയാവതരത്ര സംവൃത വജ്രാദിയായുർവേദ ഡാമര്യാദിവിരാവൃത
രക്തവർണാമാംസനിഷ്ഠ ഗുഹാനപ്രീതമാനസ സമസ്ത ഭക്തസുഹൃദ ലാഗിന്യംബാ സ്വരൂപിണി സ്വാധിഷ്ഠാനംബുജഗത ചതുർഭക്തര മനോഹര ശൂലാധ്യായ സമ്പന്ന പീഠവർണാധികർവിതാം മേരോനിഷ്ഠാമധുപ്രീത ബന്ധന്യാദി സമന്വിത ദണ്ഡന്യാസഹൃദയ കാകിനി രൂപധാരിണി മൂലാധാരംബുജരൂഢ പഞ്ചഭക്താശ്രിതംശ്രിത അങ്കുശാദി പ്രഹരണ വരദാദിശേവിതാം മുഗ്ധനാസസഹിത സാഗിന്യംബാ സ്വരൂപിണി ആജ്ഞാചക്രാബ്ജയ ശുക്ലവർണാഷടാനനാം മജ്ജാ സംസ്ഥ ഹംസോദി മുഖ്യശക്തി സമന്വിത ഹരിജാന്യദിശ്യ ഹാഗിനി രൂപധാരിണീം സഹസ്രവത്മസ്ഥാ സർവർണോപശോഭിത സർവായുധരാ ശുക്ര സംസ്ഥാ സർവോമുഖേ സർവോദര പ്രീതയത്തായാഗിന്യംബാ സ്വരൂപിണി സ്വാഹാ സ്വദാ അമധർമ്മേത ശ്രുതിസ്മൃതിനോത്തമാം പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണകീർത്തന പുരോമരാക്ഷിത ബന്ധമോചിനി ബർഭരാളകാം വിവർഷരൂപിണി വിദ്യാ വേദാധികത്വസോ സർവവ്യാധി പ്രശമനി സർവമൃത്യുനിവാരിണി അഗ്രഗണ്യ അചിന്യരൂപ കലികന്മഷനാശിനി കാത്യായനി കാലഹന്ത്രി കമലാക്ഷനിഷേവിത താമൂലപൂരിതമുഖി താടമേ കുസുമപ്രഭ മഹാക്ഷി മോഹനി മുഖ്യാമൃതാനി നിത്യരൂപിണി നിത്യതൃപ്ത ഭക്തനിയന്ത്രി നിഖിലേശ്വരി വൈഷാദി വാസനാലഭ്യാ മഹാപ്രളയസാക്ഷിണി പരാശക്തി പരാനിഷ്ഠ പ്രത്യാനഹരൂപിണി മാധി വാരാരസ മക്ത മാതൃകാവർണരൂപിണി മഹാകൈലാസ നിലയാമൃണാളമുള്ള മഹനീയ ദയാമൂർത്തി മഹാസാമ്രാജ്യശാലിനി ആത്മവിദ്യ മഹാവിദ്യ ശ്രീവിദ്യ കാമസേവിത ശ്രീ ഷോഡശാക്ഷരി വിദ്യ ത്രികൂട കാമകോടികാം കടാക്ഷ കിങ്കരീഭൂത കമലാകോടി സേവിത ശിരസ്ഥിത ചന്ദ്രനിഭ ബാലശ്ചേന്ദ്രനുപ്രഭ ത്രിവേസ്താരുദീപിക ദാക്ഷായിനി ദൈത്യഹന്ത്രി ദക്ഷയജ്ഞ വിനാശിനി ധരാന്തോള ദീർഘാക്ഷി ദരഹാസ്വജ്വലന്മുഖി ഗുരുമൂർത്തി ഗുണനദി ഗോമാതാവുജന്മഭൂ ദേവേശി ദണ്ഡനിസ്ഥാധകരാകാശരൂപിണി പ്രതിവന്മുഖ്യരാകാന്ത അതിഥിമണ്ഡല പൂജിതാം കലാത്മിക കലാനാഥ കാവ്യാലാപ വിനോദനി സദാമരമാവാണി സവദക്ഷിണ സേവിത ആദിശക്തി രമേയാത്മാ പരമാ പാവനാകൃതി അനേകോടി ബ്രഹ്മാണ്ഡ ജന്നി ദിവ്യവിഗ്രഹാം ക്ലിംഗാരി കേവലാഗുഹ്യ കൈവല്യപരിതായിരി ത്രിപുരാ ത്രികണ്ഠോദ്യ ത്രിമൂർത്തിശ്വരി ചക്ഷരി ദിവ്യഗന്ധാഢ്യ സിന്ദൂര തിലകാഞ്ജിത ഉമാ ശൈലേന്ദ്രയ ഗൗരി ഗന്ധർവസേവിതാം വിശ്വഗർഭ സ്വർണഗർഭ അവരതാ വാഗതീശ്വരി ധ്യാനഗമ്യ അപരിച്ഛേദ്യ ജ്ഞാനദ ജ്ഞാനവിഗ്രഹ സർവവേദാന്ത സംവേദ്യ സത്യാനന്ദ സ്വരൂപിണി ലോക മുദ്രാക്ഷരീലാകൃത ബ്രഹ്മാണ്ഡമണ്ഡലാം അദൃശ്യാദൃശ്യത വിജ്ഞാത്രി വേദ്യവർജിത യോഗിനി യോഗത യോഗ്യ യോഗാനന്ദ യുഗന്ധര ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി സർവാധാര സുപ്രതിഷ്ഠ സദ്രൂപധാരിണീ അഷ്ടമൂർത്തിരജാജയത്രി ലോകയാത്രാ വിധായിനി ഏകാഗ്നി ഭൂമരൂപ നിർദ്വൈതാദ്വൈതവർജിത അന്നദാവസാവൃദ്ധ ബ്രഹ്മാത്മൈക്യ സ്വരൂപിണി ബൃഹതി ബ്രാഹ്മണി ബ്രാഹ്മി ബ്രഹ്മാനന്ദ ബലിപ്രിയാം ഭാഷാരൂപ ബൃഹസേന ഭാവവിവർജിത സുഖാരാധ്യ ശുഭകരി ശോഭന സുലഭാഗതി രാജരാജേശ്വരി രാജരാജനി രാജ്യവല്ലഭ രാജകൃപ രാജപീഠ നിവേശനജാശ്രിതാം രാജലക്ഷ്മി കോശനാരാജതരംഗബലേശ്വരി സാമ്രാജ്യദായനി സത്യസന്ധാസാഗരമേഖല ദീക്ഷിതായശമനി സർവലോകവശങ്കരി സർവാർത്ഥദാത്രി സാവിത്രി സച്ചിദാനന്ദരൂപിണി ദേശകാല പരിച്ഛിന്ന സർവകാ സർവമോഹിനി സരസ്വതി ശാസ്ത്രമയി ഗുഹാംബ ഗുഹ്യരൂപിണി സർവോവാദി വിമുക്ത സദാശിവവിവൃത സമ്രായേഷി സതീ ഗുരുമണ്ഡരൂപിണി കുലോത്തീർണാഭാരാധ്യ മായാ മധുമതി മഹി ഗണാംബ ഉഹ്യാരാധ്യ കോമളാംഗി ഗുരുപ്രിയ സ്വതന്ത്ര സപതന്ത്രേശി ദക്ഷിണാമൂർത്തിരൂപിണി സനകാദി സമാരാധ്യ ശിവജ്ഞാനപ്രദായിനി കിൽക്കല ആനന്ദകലിക പ്രേമരൂപ പ്രിയങ്കരി നാമപാരായണ പ്രീത നന്ദിവിദ്യാ നടേശ്വരി മിഥ്യാ ജഗതിഷ്ഠാന മുക്തിദാ മുക്തിരൂപിണി ലാസ്യപ്രിയ ലഹരി ലജ്ജാരംഭാതിവന്ദിതാം ഭവതാവൃഷ്ടി പാപാരണ്യലവാനലാം ദൗർഭാഗ്യദൂലവാദൂല ജരാദ്വാന്തര വിപ്രവാം ഭാഗ്യാബ്ദിചന്ദ്രിയ ഭക്തനിത്യകേ ഘനാഘന രോഗപർവ്വദംഭോളി മൃത്യുദാരുകുടാരികാം മഹേശ്വരി മഹാകാളി മഹാഗ്രാസ മഹാശര അപർണ ചണ്ഡിക ചണ്ഡമുണ്ടാസുരദിശോദിനി ക്ഷരാക്ഷരാത്മിക സർവലോകേശി വിശ്വധാരിണി ത്രിവർഗദാത്രി സുഭഗാത്രംബിക ത്രിഗുണാത്മിക
സ്വർഗാപവർഗത ശുദ്ധ ജപാ പുഷ്പാനിഭാകൃതി ഓരോരേ ധീതരാ പ്രിയവൃതാം ദുരാരാധ്യ ദുരാദർശ പാടലേ കുസുമപ്രിയ മഹതി മേരുലയ മന്ദാര കുസുമപ്രിയാം വീരാരാധ്യ വിരാടൃവ വിരജാ വിശ്വരോ മുഖേ ഭൃത്യഗ്രൂവ പരാകാശ പ്രാണ പ്രാണരൂപിണി മാതാണ്ഡ ഭൈരവാരാധ്യ മന്ദന്യസ്ഥാരാജതു സുരേശി ജയസ്തേറാം നിസ്ത്രൈഗുണ്യ പരാപരാം സത്യജ്ഞാനാനന്ദരൂപ സാമരസ്യ പരായണാം കവർദ്ധനി കലാമാല കാമരൂപിണി കലാധിക്കാവികലാ രസ്നാരസ്യേവതി പുഷ്ടാ പുരാതന പൂജ്യ പുഷ്കരാ പുഷ്കരേക്ഷണാം പരഞ്ജ്യോതി പരന്ധാമു പരമാണു പുരത്പരാം പാശകസ്ഥ പാശകന്ത്രി പരമന്ത്ര വിഭേദിനി മൂർത്ത അമൂർത്ത അനിത്യതൃപ്ത മുനിമാനസംശിക സത്യവ്രത സത്യരൂപ സൗന്ദര്യാമണി സരീം ബ്രഹ്മാണി ബ്രഹ്മജന്യ ബഹുരൂപാബുധാർച്ചിത പ്രസവത്രി പ്രചണ്ഡാജ്ഞ പ്രതിഷ്ഠ പ്രകടാകൃതി പ്രാണേശി പ്രാണദാത്രി പഞ്ചാശക്തിരൂപിണി വിശൃംഖല വിക്തസ്ഥ വീരമാതാ വീരപ്രസൂം മുകുന്ദ മുക്തിനിലയ മൂലവിഗ്രഹരൂപിണി ഭാവജ്ഞ ഭവരോഗ്നി ഭവചക്രപ്രവർത്തിനി ഛന്ദസാര ശാസ്ത്രസാര മന്ദസാര തലോദരി ഉദാര കീർത്തിരുദ്ധായുവ വർണ്ണരൂപിണീം ജന്മമൃത്യുജലാതപ്ത ജനവിശ്രാന്തിദായിനി സർവോപനിഷത്കൃഷ്ട്യ ശാന്ത്യാതീതകാത്മിക ഗംഭീരാഗണന്തസ്ഥ ഗർവിതാകാരൂപ കൽപ്പനാരഹിതാകാഷ്ടാകാന്ത കാന്താർത്ഥ വിഗ്രഹാം കാര്യകാല നിർമുക്ത കാമകേളിതരംഗിത കരൽക്കര നാടങ്കാലീലാ വിഗ്രഹധാരിണി അജാക്ഷേവ നിർമുക്ത മുഗ്ധാക്ഷിപ്രപ്രസാദിനി അന്തർമുഖ സമാരാധ്യ ബഹുർമുഖ സതുർലഭാം ത്രിവർഗ നിലയാ ത്രിസ്ഥാ ത്രിപുരമാലിനി നിരാമയ നിരാരംഭ സ്വാത്മാരാമ സുധാശ്രുതി സംസാര ഭംഗ നിർമ്മഗ്ന സമുദ്ര പണ്ഡിത യജ്ഞപ്രിയ യജ്ഞപ്രി യജമാനസ്വരൂപിണി ധർമാധാരാധനാധ്യക്ഷ ധനധാന്യ വിവർദ്ധിനി വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമകാരിണി വിശ്വവ്യാസ വിഷ്ണുമാഭ വൈഷ്ണവി വിഷ്ണുരൂപിണി അയോനിലയ കൂടസ്ഥ കുലരൂപിണി വീരഗോഷ്ഠിപ്രിയ വീര നൈഷ്കർമ്മ്യ നാദരൂപിണി വിജ്ഞാന കല്ല കല്യ വിരുഗ്ധ വൈന്ദവാസന തത്വാദിക തത്വമയി തത്വമർത്ഥസ്വരൂപിണി സാമഗാനപ്രിയ സൗമ്യ സദാശിവകുടുംബിനി സവ്യാപസവ്യമാർഗസ്ഥ സർവാബുദ്ധ നിവാരിണി സ്വസ്ഥ സ്വഭാവധുര ധീരാധീര സമർത്ഥിത ചൈതന്യ ആരാധ്യ ചൈതന്യ കുസുമപ്രിയ സദോദ സദാ തുഷ്ട തരുണാദിത്യപാടല ദക്ഷിണാരാധ്യ ജലസ്മേര മുഖംബുജ കൗൽനി കേവലാനർഘ്യ കൈവല്യവദായിനി സ്തോത്രപ്രിയ സ്തുതിമതി ശ്രുതംസ്തവൈഭവ മനസ്സിനി മാനവതി മഹേഷി മംഗളാകൃതി വിശ്വമാതാ ജഗദ്ധാത്രി വിശാലാക്ഷി വിരാഗിണി പ്രഗത്ഭ പരമോദാര പരാമോദ മനോമയി വ്യോമകേശി വിമാനസ്ഥ വജ്രണി വാമകേശ്വരി പഞ്ചയജ്ഞപ്രിയ പഞ്ചപ്രേതമഞ്ചാതിശായിനി പഞ്ചമി പഞ്ചഭൂതേശി പഞ്ചസംഖ്യോപചാരിണി ശാശ്വതി ശാശ്വതൈശ്വര്യ ശർമ്മദ ശംഭുമോഹിനി ധരാധരസുത ധന്യ ധർമ്മണി ധർമ്മവർദ്ധിനി ലോകാതീത ഗുണാതീത സർവാതീത ശമാത്മികാം ബന്ധു സമപ്രഖ്യ ബാലാലീല വിനോദനി സുമംഗലി സുവേരി സുവേഷാഢ്യ സുവാസിനി സുവാസന്യത്തന പ്രിയ ശോഭന ശുദ്ധമാനസ ബിന്ദു സർപ്പ സന്തുഷ്ട പൂർവജ ത്രിപുരാംബികാം ദശമുദ്ര സമാരാധ്യ ത്രിപുര ശ്രീവശങ്കരി ജ്ഞാനമുദ്ര ജ്ഞാനഗമ്യ ജ്ഞാനജ്ഞേയസ്വരൂപിണി യോനിമുദ്ര ത്രികണ്ഠേശി ത്രിപുരാംബ ത്രികോണക അനക അദ്ഭുതകാരിത്ര വാജിരാർത്ഥപ്രദായിനി അഭ്യാസാദിശയത്യാദാഷ്ടദ്വാരീരൂപിണി അവ്യാജഗണാമൂർത്തി അജ്ഞാനാദ്വന്ദ്വദീപിക ആബാലഗോവിത സർവാരുല്യംഗശാസന ശ്രീചക്രകാലിനിലയ ശ്രീമൽ ത്രിപുരസുന്ദരി ശ്രീ ശിവ ശിവശക്തിരൂപിണി ലളിതാംബികായവം ശ്രീ ലളിതാദേവ്യാ നാം സഹസ്രം സംഭൂതായ നമഃ ഞങ്ങൾ പേരിനൊരാം കൂടെ
നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ വന്ദേ നാരായണ. कृष्ण कृष्ण हरे हरे सर्वत्र गोविन्द नाम संकीर्तनम् गोविन्द गोविन्द.
यहाँ कोणा लाइट इട്ടില്ലേ? ഹരിശരണം. ഇന്നത്തെ പറഞ്ഞു പൂജയും ദേവിയുടെ കടാക്ഷം കൊണ്ടും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ടും ഭംഗിയായിട്ട് നടന്നു. ഇത് സമർപ്പിച്ച കനകമ്മയ്ക്കും കുടുംബത്തിനും എല്ലാ ഐശ്വര്യങ്ങളും ദേവി കൊടുക്കട്ടെ, ഗുരുവായൂരപ്പൻ കൊടുക്കട്ടെ. പങ്കെടുത്ത എല്ലാ ഭക്തജനങ്ങൾക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സൗന്ദര്യലഹരി ചൊല്ലി സമർപ്പിച്ച എല്ലാവർക്കും ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരിശരണം, ഹരിശരണം, ഹരിശരണം. ക്ലോസ് ചെയ്യാട്ടോ. ഹരിശരണം. ഇന്നത്തെ പൗർണമി പൂജ മംഗളായി നമ്മൾ ദേവിയുടെ പ്രസാദത്തിൽ സമർപ്പിച്ചു. ഭഗവാന്റെ അനുഗ്രഹവും ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമുക്ക് ഇന്നത്തെ സത്സംഗം ഇവിടെ സമാപിക്കാം. ഹരിശരൺ സർ, നാളെ ക്ലാസ് ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടോ. നാളെ ഭഗവത്ഗീത ഭഗവത്ഗീത തിരുമേനിയുടെ ഭഗവത്ഗീത സത്സംഗം ഉണ്ടായിരിക്കുന്നതാണ്. അത് 7 മണിക്കൊക്കെ ആയിരിക്കും. വേറെ ഒന്നുമല്ലല്ലോ? വേറെ ഒന്നും നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഹരിശരണം. ഹരിശരണം.